കഥ തുടരുന്നു. നഗരത്തിലെ ഹോട്ടലിൽ കയറി ചായയും ലഘുഭക്ഷണവും കഴിച്ച് തിരികെ കാറിൽ കയറിയപ്പോൾ മാത്തുക്കുട്ടിയുടെ മൊബൈൽ ഫോൺ ശബ്ദിച്ചു. തിടുക്കത്തിൽ ഓണാക്കി ചെവിയോട് ചേർത്തു. ഹലോ, ആരാ? പപ്പ, ഞാനാ, റോണി. ഇവിടെ എത്താറായോ? ഇല്ല മോനെ, വെല്ലൂരെത്തുമ്പോൾ രാത്രിയാകും. ഞാൻ നിന്നെ പലതവണ വിളിച്ചിരുന്നു. എന്താ എടുക്കാത്തെ? ഫോൺ എടുത്ത് തരാൻ എൻ്റെ അടുത്ത് ആരും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എൻ്റെ റൂമിൽ ഒരാളെ ഏർപ്പെടുത്തി തന്നു. അതുകൊണ്ടാണ് വിളിക്കാൻ പറ്റിയേ. ഞാൻ വല്ലാതെ ഭയപ്പെട്ടു പോയി. ഇപ്പോഴെങ്ങനെയുണ്ട്? അങ്ങനെ കിടക്കുന്നു. നീ വിളിച്ചപ്പോൾ പപ്പയ്ക്ക് ഒത്തിരി സമാധാനമായി. ഞാൻ വൈകുന്നതുകൊണ്ട് ഇന്ന് ഹോസ്റ്റലിലേക്ക് വരില്ല. ഏതെങ്കിലും ഹോട്ടലിൽ തങ്ങും. രാവിലെ വരാം. അത് മതി. പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. പപ്പ ഡോക്ടർ സിസ്റ്ററിനെ ഒന്ന് കാണണം. എൻ്റെ ഓപ്പറേഷന് വേണ്ടി വിദേശത്തുള്ള ഒരു ഡോക്ടറെ വരെ ഏർപ്പാടാക്കി കഴിഞ്ഞു. നമ്മുടെ ഭാഗത്തുനിന്ന് സഹകരണക്കുറവുള്ളതുപോലെ സിസ്റ്റർക്ക് തോന്നുന്നുണ്ട്. പണത്തിൻ്റെ കാര്യത്തിലും പപ്പ ഒരു ഉറപ്പ് കൊടുത്തെങ്കിലേ കാര്യങ്ങൾ നടക്കൂ. റോണി, ഈ ഒട്ടും വിഷമിക്കണ്ട. ഞാൻ അതൊക്കെ വേണ്ടതുപോലെ ചെയ്യാം. ഇനി ഒന്നിനും ഒരു കുറവും വരുത്തില്ല. പപ്പ, ഫോണിന് ചാർജ് കുറവാ, ഞാൻ വയ്ക്കുക. റോണി ഫോൺ കട്ടാക്കി. മകൻ്റെ ഫോൺ വന്നതും അവനോട് സംസാരിക്കാൻ കഴിഞ്ഞതും മാത്തുക്കുട്ടിക്ക് പുത്തൻ ഉണർവുണ്ടാക്കി. പ്രതിസന്ധികൾക്ക് നടുവിലും റോണി ഒരുവിധം പിടിച്ചു നിൽക്കുന്നുണ്ട്. രക്തബന്ധമോ മറ്റു കടപ്പാടുകളോ ഒന്നുമില്ലാത്ത സിസ്റ്റർ പവിത്ര തികഞ്ഞ ആത്മാർത്ഥതയാണ് ഞങ്ങളോട് കാണിക്കുന്നത്. വിദേശത്ത് നിന്നൊരു ഡോക്ടറെ റോണിയുടെ ഓപ്പറേഷന് വേണ്ടി ലഭിക്കുകയെന്നത് വലിയ കാര്യം തന്നെ. അച്ചായ, അതാരായിരുന്നു വിളിച്ചത്? മോഹനൻ തിരക്കി. റോണിയായിരുന്നു. അവന് പ്രത്യേക വിഷമമൊന്നുമില്ലെന്ന് പറഞ്ഞു. നമ്മൾ എവിടെ വരെയായി എന്നറിയാൻ വിളിച്ചതാ, മാത്തുക്കുട്ടി പറഞ്ഞു. കാർ ഹൈവേയിലൂടെ വെല്ലൂർ നഗരം ലക്ഷ്യമാക്കി ഓടിക്കൊണ്ടിരുന്നു. രാത്രി 9 മണിയും കഴിഞ്ഞാണ് അവർ സ്ഥലത്തെത്തിയത്. ഹോസ്പിറ്റലിനടുത്തുള്ള ഗ്രീൻലാൻഡ് ഹോട്ടലിൽ മുറിയെടുത്തു. മികച്ച സൗകര്യങ്ങളുള്ള സ്റ്റാർ ഹോട്ടലായിരുന്നു അത്. ചൂടുവെള്ളത്തിൽ കുളിച്ചു വന്നപ്പോൾ മാത്തുക്കുട്ടിയുടെ യാത്രാക്ഷീണം ഒട്ടൊന്നകന്നു. രണ്ടുപേർക്കും നല്ല വിശപ്പ് അനുഭവപ്പെട്ടു. ചപ്പാത്തിയും ഫിഷ് മോളിയും ഓർഡർ ചെയ്ത് വരുത്തി. രണ്ടുപേരും ഒരുമിച്ചിരുന്നാണ് ആഹാരം കഴിച്ചത്. അച്ചായ, റോണിമോൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ നിർത്താൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, മോഹനൻ സൂചിപ്പിച്ചു. എങ്ങനെയുണ്ടവൾ? നല്ല കുട്ടിയാ. ഡിഗ്രി വരെ പഠിക്കുകയും ചെയ്തു. പണിയൊന്നുമില്ല. ഇപ്പം തൊഴിലുറപ്പിൽ പണിക്ക് പോകുന്നുണ്ട്. എങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് ആലോചിച്ചാലോ? അവളുടെ ഫോൺ നമ്പർ അറിയില്ലേ? അത് അങ്ങനെ ഫോണിൽ കൂടെ പറഞ്ഞാൽ ശരിയാകില്ല അച്ചായ. അവളെക്കുറിച്ച് ചില കാര്യങ്ങൾ കൂടെ എനിക്ക് പറയാനുണ്ട്. എല്ലാം കേട്ടിട്ട് അത് വേണമെന്ന് അച്ചായൻ തീരുമാനിക്കണം. വേറെന്താ പറയാനുള്ളത്? മാത്തുക്കുട്ടിക്ക് ഉദ്വേഗമായി. കുട്ടിയുടെ പേര് സോനു എന്ന. അമ്മ മാനസിക രോഗിയായിട്ട് ഏതോ ശരണാലയത്തിൽ കിടക്കുന്നു. ചേട്ടൻ അനിൽ ഫുൾ ടൈം വെള്ളമടിയാ. ചീട്ടുകളിയുമുണ്ട്. വീട് നോക്കുകയല്ല. കെട്ടിയവള് ഷൈലയുടെ സ്വഭാവം അത്ര ശരിയല്ല. 1ലും 3ലും പഠിക്കുന്ന 2 പെൺകുട്ടികളുമുണ്ട് അവിടെ. വീട്ടിൽ വല്ലാത്തൊരു സാഹചര്യമായതുകൊണ്ട് അവിടെ നിന്ന് മാറണമെന്ന് സോനുവിന് വലിയ ആഗ്രഹമുണ്ട്. മാത്തുക്കുട്ടി ചായനോട് പറഞ്ഞ് ഏതെങ്കിലും ടെക്സ്റ്റൈൽസിൽ ഒരു പണി വാങ്ങിക്കൊടുക്കുമോയെന്ന് ഒരിക്കൽ അവൾ എന്നോട് ചോദിച്ചിരുന്നു. പശ്ചാത്തലം ഇതൊക്കെയാ, മോഹനൻ പറഞ്ഞു. സ്വഭാവം കുഴപ്പമില്ല എന്നല്ലേ മോഹനൻ പറഞ്ഞത്? കുഞ്ഞിലെ മുതലേ എനിക്ക് അവളെ അറിയാം. നശിക്കാനാണെങ്കിൽ ചുറ്റിലും അവൾക്കതിനുള്ള സാഹചര്യവും ഉണ്ടായിരുന്നു. എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കണമെന്ന അതിൻ്റെ മനസ്സിൽ. എല്ലാം തികഞ്ഞ ആളുകളെയൊന്നും ഇങ്ങനെയൊരു ജോലിക്ക് കിട്ടുകയല്ല. മോഹനൻ കാറുമായി ചെന്ന് എത്രയും പെട്ടെന്ന് ആ കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോവാ. അച്ചായ, അത് ഇത്രയും അകലേക്ക് ആശുപത്രിയിൽ നിൽക്കുന്ന ജോലിക്ക് അവളെ വിടാൻ ചേട്ടത്തി സമ്മതിക്കുമോയെന്നറിയില്ല. ആ വീട്ടിലെ തീരുമാനമെല്ലാം എടുക്കുന്നത് അവളാ, ഷൈല, മോഹനൻ പറഞ്ഞു. മോഹന, എങ്ങനെയും അവളെ പറഞ്ഞ് സമ്മതിപ്പിക്കണം. നമ്മളിപ്പോൾ വലിയ പ്രതിസന്ധികളാണ് നേരിടുന്നത്. സഹായിക്കാൻ ആരുമില്ല. ആശുപത്രിയിൽ നിൽക്കാൻ ആ പെണ്ണ് വരികയാണെങ്കിൽ അവളെ എല്ലാ തരത്തിലും ഞാൻ സഹായിക്കാം. അതൊക്കെ എനിക്കറിയാം ചായ. ഞാൻ നാളെ തന്നെ നാട്ടിലേക്ക് കാറുമായി പോകാം. സമ്മതിച്ചാൽ കൂട്ടിക്കൊണ്ടുവരാം. പക്ഷേ മറ്റൊരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? ഞാനിവിടുന്ന് പോയാൽ അച്ചായനിവിടെ തനിച്ചാവില്ലേ? എന്തെങ്കിലും വിഷമമുണ്ടായാലോ? 2 ദിവസത്തേക്കല്ലേ? ഒന്നും ഉണ്ടാവില്ല. രാവിലെ പോകേണ്ടതാ. നീ കിടന്നുറങ്ങാൻ നോക്ക്, മാത്തുക്കുട്ടി പറഞ്ഞു. സോനു, നീ നേരത്തെ കിടന്നുറങ്ങാൻ നോക്ക്. നാളെ രാവിലെ എഴുന്നേറ്റ് പോകേണ്ടതല്ലേ? ഷൈല ഓർമ്മിപ്പിച്ചു. പാത്രങ്ങൾ കഴുകി വെച്ച് അടുക്കളയും അടിച്ചു വാരിയിട്ടാണ് സോനു കുട്ടികളെയും കൂട്ടി ഉറങ്ങാൻ കിടന്നത്. മനസ്സ് നിറയെ ചിന്തകളായതിനാൽ ഉറക്കം മാറി നിന്നു. വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും മാറണമെന്ന ആഗ്രഹം സാധിച്ചു. പക്ഷേ പുതിയ സ്ഥലവും ജോലിയും ആളുകളുമൊക്കെയായി എങ്ങനെ പൊരുത്തപ്പെട്ടു പോകുമെന്നറിയില്ല. ഒരു ചെറുപ്പക്കാരനെ ശുശ്രൂഷിക്കാൻ ഹോസ്പിറ്റലിൽ നിൽക്കാൻ പോകുന്ന വിവരം നാട്ടിലാരോടും പറഞ്ഞിട്ടില്ല. താൻ മോഹനൻ ചേട്ടനോടൊപ്പം പോകുന്നതുമായി ബന്ധപ്പെട്ട് പല കഥകളും ഉണ്ടാകും. പറയട്ടെ, ആരും എന്തും പറയട്ടെ. ഒരു മനുഷ്യ സ്ത്രീയായി താനും ഭൂമിയിൽ ജനിച്ചു. ഇവിടെ തനിക്കും ജീവിക്കണം. വെളുപ്പിന് 2 മണിയും കഴിഞ്ഞാണ് സോനുവിന് ഉറക്കം വന്നത്. 5 മണിക്ക് അലാറം മുഴങ്ങിയപ്പോൾ അവൾ ഞെട്ടി ഉണർന്നു. അനുവിൻ്റെയും മിനുവിൻ്റെയും കുഞ്ഞു കൈകൾ ദേഹത്തു നിന്ന് വേർപ്പെടുത്തിയിട്ട് സോനു എഴുന്നേറ്റു. ഷൈല അവൾക്ക് മുമ്പ് എഴുന്നേറ്റ് അടുക്കളയിൽ കടന്നിരുന്നു. സോനു കുളിച്ച് തയ്യാറെടുത്ത് കഴിഞ്ഞപ്പോൾ ഷൈല അരികിലേക്ക് ചെന്നു. എടി വാ, അപ്പവും കടലക്കറി ഉണ്ടാക്കിയിട്ടുണ്ട്, കഴിക്കേ, ഷൈല പറഞ്ഞു. ചേച്ചി ഒത്തിരി നേരത്തെ എഴുന്നേറ്റല്ലേ? ആ, എനിക്ക് കിടന്നിട്ട് അങ്ങനെ ഉറക്കം വന്നില്ല.
എൻ്റെ കാര്യം, പിള്ളേരുടെ കാര്യം, നിൻ്റെ കാര്യം ഓർത്ത് കിടക്കുകയായിരുന്നു. പിള്ളേർക്ക് ഇന്നേതാണ്ട് പാട്ട് മത്സരമുള്ളതാ. അതുങ്ങൾക്ക് നല്ലൊരു ഉടുപ്പിട്ടോണ്ട് പോകാനില്ല. എന്തൊരു ജീവിതമാണ് നമ്മുടെ. ശൈല പരിതപിച്ചു. ചേച്ചി, തൊഴിലുറപ്പിന് എനിക്ക് കുറച്ച് രൂപ കിട്ടാനുണ്ട്. അത് ഈ മാസാവസാനം ഒന്നിച്ചേ കിട്ടുകയുള്ളൂ. അത് കിട്ടുമ്പം ഞാനിവിടെ ഇല്ലെങ്കിൽ ചേച്ചിയെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. അനുമോൾക്കും മിനുമോൾക്കും അന്നേരം നല്ല ഉടുപ്പ് വാങ്ങിക്കൊടുക്കാം, സോനു പറഞ്ഞു. പോകുമ്പോൾ കയ്യിൽ കുറച്ച് രൂപയെങ്കിലും ഉണ്ടോടി, ശൈല തിരക്കി. 100-200 രൂപയുണ്ട്, അത് മതി ചേച്ചി, സോനു പറഞ്ഞു. അടുക്കളയിലെ ചെറിയ മേശയിൽ ശൈല അപ്പവും കടലക്കറിയും കടുങ്കാപ്പിയും വിളമ്പി വെച്ചു. പിന്നെ സോനുവിനെ വിളിച്ചിരുത്തി. എൻ്റെ ചേച്ചി, എനിക്കിപ്പോഴതൊന്നും കഴിക്കാൻ തോന്നുന്നില്ല, സോനു ഇത്തിരി അപ്പം മുറിച്ച് വായിൽ വെച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനെയായോ ഇപ്പോൾ? നിനക്ക് എന്തെങ്കിലും വയറു നിറച്ച് തന്നുവിടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പാടുപെട്ടത്. കാറിൽ കയറിയാൽ ഇനി എപ്പോഴാ എന്താണെന്ന് ആർക്കറിയാം. വിളമ്പിയത് മുഴുവൻ തിന്നോണം, ശൈല കർക്കശ സ്വരത്തിൽ പറഞ്ഞു. സോനു ചേച്ചിയെ അനുസരിക്കാനായി പ്ലേറ്റിൽ വിളമ്പിയത് മുഴുവനും ഒരു വിധത്തിൽ കഴിച്ചു തീർത്തു. 6 മണിയായപ്പോൾ മുറ്റത്തിനരികിൽ നിന്നും കാറിൻ്റെ ഹോൺ കേട്ടു. സോനു ബാഗെടുത്ത് തോളിൽ തൂക്കി തിരുഹൃദയ രൂപത്തിന് മുമ്പിൽ നിന്ന് ഇത്തിരി പ്രാർത്ഥിച്ചു. അവൾ ചേട്ടൻ്റെ അടുത്തേക്ക് ചെന്നു. അനിൽ കട്ടിലിൽ എഴുന്നേറ്റിരിക്കുകയായിരുന്നു. ചേട്ടാ, ഞാൻ ഇറങ്ങുക, സോനു പറഞ്ഞു. അനിൽ ഒന്നും പറഞ്ഞില്ല. സങ്കടം കൊണ്ട് അയാൾക്കൊരു വിമ്മിട്ടമുണ്ടായി. കയ്യിൽ തലേന്ന് ചീട്ട് കളിച്ച് കിട്ടിയ ഒരു 100 രൂപ നോട്ട് ചുരുട്ടി പിടിച്ചിരുന്നു. എടി, എൻ്റെ ആകെ ഇതേയുള്ളൂ, ഇതാ. അനിൽ രൂപ അവൾക്ക് നേരെ നീട്ടി. വേണ്ട ചേട്ടാ, എൻ്റെ കയ്യിൽ കാശുണ്ട്, അവൾ പറഞ്ഞു. അനിൽ നോട്ട് തിരികെ പോക്കറ്റിലേക്ക് ഇട്ടു. അനുവിനോടും വിനുവിനോടും യാത്ര പറയാൻ കഴിയാത്ത സങ്കടവുമായി സോനു വീട്ടിൽ നിന്നിറങ്ങി കാറിനടുത്തേക്ക് നടന്നു. അവൾ എത്തിയപ്പോൾ മോഹനൻ കാറിൻ്റെ ബാക്ക് ഡോർ തുറന്നു കൊടുത്തു. ബാഗുമായി അവൾ കാറിൽ കയറിയിരുന്നു. അയാൾ കാർ സ്റ്റാർട്ടാക്കി. സോനു, ഇത്രയും അകലേക്ക് തനിച്ച് എൻ്റെ കൂടെ പോരാൻ പേടിയോ തോന്നുന്നുണ്ടാകും നിനക്ക്, യാത്രക്കിടെ മോഹനൻ പറഞ്ഞു. അങ്ങനെയൊന്നുമില്ല മോഹനൻ ചേട്ടാ, ജോലി കിട്ടുന്നിടത്ത് പോയല്ലേ പറ്റൂ. എവിടെ ചെന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് പോകാനൊക്കെ എനിക്ക് കഴിയും. കുറേയൊക്കെ ധൈര്യവും എനിക്കുണ്ട്. ഞാൻ നിന്നെ എൻ്റെ ഒരു പെങ്ങളെ പോലെയേ കരുതുന്നത്. അതെന്നും അങ്ങനെയായിരിക്കുകയും ചെയ്യും. മാത്തുക്കുട്ടിച്ചായൻ ആശുപത്രിയിൽ മകൻ്റെ കൂടെ നിൽക്കാൻ ഒരാളെ വേണമെന്ന് എന്നോട് പറഞ്ഞു. നമ്മളൊരാളെ ഏർപ്പാടാക്കി കൊടുക്കുമ്പം അവൻ നല്ല ഒരാളാകണം. അതുപോലെ നമ്മളെ വിശ്വസിച്ച് വരുന്നയാളിന് ഒരു ദോഷവും ഉണ്ടാകരുതെന്നും എനിക്ക് ആഗ്രഹമുണ്ട്. ഇത്രയും അകലേക്ക് ഒരു പെണ്ണിനെ കുട്ടികളെ യാത്ര തന്നെ ബുദ്ധിമുട്ടും. എങ്കിലും ഇപ്പോഴിത് വേണ്ടി വന്നു. ഹോസ്പിറ്റലിൽ കിടക്കുന്നയാളുടെ സ്ഥിതി ഇപ്പോൾ എങ്ങനെയാണ് മോഹൻ ചേട്ടാ, സോനു തിരക്കി. നട്ടലിന് കാര്യമായി പരിക്കാണുള്ളത്. എഴുന്നേറ്റിരിക്കാനും നടക്കാനുമൊന്നും ആകത്തില്ല. തനിയെ തിരിയാനോ ചെരിയാനോ കഴിയാത്ത അവസ്ഥയിൽ അങ്ങനെ കിടക്കുക. കഷ്ടം. ഇതെങ്ങനെയാ പറ്റിയേ? സ്വന്തം ഒത്തുകല്യാണം വിളിക്കാൻ പോയിട്ട് വരുന്ന വഴി കാറ് ഡിവൈഡറിൽ തട്ടി മറിഞ്ഞു. ശേ, അപ്പോൾ കല്യാണം? അവ മാറിപ്പോയി. പാവം, വലിയ നിരാശയിലായിരിക്കും. അതെ, ഒത്തിരി സന്തോഷത്തോടെ ഏതാണ്ടൊരു രാജകുമാരനെ പോലെ ജീവിച്ചവനാ റോണി. ഗൾഫിൽ സ്വന്തമായിട്ടൊരു കമ്പനിയും ഉണ്ടായിരുന്നു. എന്തിനു പറയുന്നു? ഞാൻ റൂമിൽ അയാളുടെ അടുത്ത് നിന്നാൽ മാത്രം മതിയോ മോഹൻ ചേട്ടാ? മതി. റോണിക്കൊരു പെങ്ങളില്ല. ഉണ്ടായിരുന്നെങ്കിൽ അവൾ എങ്ങനെ പെരുമാറുമോ അങ്ങനെ സോനു അവനെ ട്രീറ്റ് ചെയ്യണം. വലിയ പണക്കാരൻ്റെ മകനാകുമ്പം എന്നെപ്പോലെ ഒരാളോട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുമോ മോഹൻ ചേട്ടാ? നീ എന്തായി പറയുന്നേ? ഒരു ഗ്ലാസ് വെള്ളം പോലും കൈക്കൊണ്ട് പിടിച്ചു കുടിക്കാൻ കഴിയാത്ത അവന് സഹായിയായിട്ട് ചെല്ലുന്ന ആളെ ശരിക്കും ഒരു രക്ഷകനെ പോലെയേ തോന്നും, മോഹനൻ പറഞ്ഞു. കുറേ നേരം രണ്ടുപേരും ഓരോ കാര്യങ്ങളെപ്പറ്റി പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ അവർക്കിടയിൽ മൗനം ഇടം തേടി. സോനുവിൻ്റെ മനസ്സിലേക്ക് തൻ്റെ വീട്ടിലെ സാഹചര്യങ്ങൾ നോവുന്ന ചിന്തകളായി കടന്നു വന്നു. മനസ്സിൻ്റെ താളം തെറ്റിയ അമ്മ ശരണാലയത്തിൽ മറ്റു മാനസിക രോഗികൾക്കൊപ്പം ദുരിത ജീവിതം തള്ളി നീക്കുകയാണ്. മക്കളെക്കുറിച്ചും മറ്റു ബന്ധുക്കളെക്കുറിച്ചുമൊക്കെ അമ്മ ഓർക്കുന്നുണ്ടാകുമോ? പെറ്റമ്മ ജീവിച്ചിരിപ്പുണ്ടെന്ന് പോലും കരുതാതെയല്ലേ മക്കൾ കഴിയുന്നത്? സോനു അനിൽ ചേട്ടനെ കുറിച്ച് ഓർത്തു. താൻ രാവിലെ പുറപ്പെടുമെന്ന് അറിഞ്ഞുകൊണ്ട് നേരത്തെ കട്ടിലിൽ എഴുന്നേറ്റിരിക്കുകയായിരുന്നു ചേട്ടൻ. 100 രൂപ വച്ച് നീട്ടുകയും ചെയ്തു. നിരസിച്ചപ്പോൾ നിർബന്ധിച്ചില്ല, പോക്കറ്റിലേക്ക് തന്നെ ഇട്ടു. എപ്പോഴും പണത്തിന് ആവശ്യമുള്ള ആളാണല്ലോ. ശൈല ചേച്ചിയും പോരാൻ നേരം തന്നോട് സ്നേഹം കാണിച്ചു. താനേറെ സ്നേഹിച്ച അനുവിനോടും മിനുവിനോടും പക്ഷേ യാത്ര പറയാൻ കഴിഞ്ഞില്ല. നേരം പുലർന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ കാണാഞ്ഞ് കുഞ്ഞുങ്ങൾ ഒത്തിരി സങ്കടപ്പെടും. നഗരത്തിലെ ഒരു ഹോട്ടലിൻ്റെ പാർക്കിംഗ് ഏരിയയിലേക്ക് കയറ്റി മോഹനൻ കാർ നിർത്തിയപ്പോൾ അവളുടെ ചിന്തകൾ മുറിഞ്ഞു. സോനു, ഇറങ്ങിക്കോളൂ, നമുക്കിത്തിരി ചോറുണ്ടിട്ടാകാം, മോഹനൻ പറഞ്ഞു. സോനു ഡോർ തുറന്ന് പുറത്തിറങ്ങി. ഷോളിൻ്റെ തുമ്പുയർത്തി അവൾ മുഖം അമർത്തി തുളച്ചു. പിന്നെ അയാളെ അനുഗമിച്ചു. ഓഫീസിലെ തൻ്റെ റൂമിലേക്ക് കയറുമെന്ന നിഖിലിനെ കണ്ട് ടോണി രോഷത്തോടെ ചാടി എഴുന്നേറ്റു. മറ്റൊന്നും ചോദിക്കാത്ത ഒറ്റയടിയാണ് നിഖിലിൻ്റെ കവിളിൽ പൊട്ടിച്ചത്. നിഖിൽ ഒന്ന് ചുറ്റിക്കറങ്ങി നിന്നു. അവൻ്റെ കണ്ണുകൾ പകക്കൊണ്ടെരിഞ്ഞെങ്കിലും തൽക്കാലം പ്രതികരിച്ചില്ല. എന്ത് വിവരക്കേടാ നീ ആ ഹോസ്പിറ്റലിൽ കാണിച്ചത്? അയാൾ ചോദ്യം ചെയ്തു. ഞാൻ വലിയ തെറ്റൊന്നും ആരോട് ചെയ്തില്ല. എന്നെ പുറത്തു ചാടിക്കാൻ അവരുണ്ടാക്കിയ ഒരു നാടകമായിരുന്നു അവിടെ നടന്നത്, നിഖിൽ പറഞ്ഞു.
നാടകവും സിനിമയും ഒന്നുമല്ല. ചെന്ന ദിവസം തന്നെ നിന്റെ ആ വൃത്തികെട്ട സ്വഭാവം കാണിച്ചു. വലിയ കരാട്ടക്കാരനൊക്കെയാ, എന്നിട്ടും സ്വന്തം ഭാഗവും നഷ്ടപ്പെടുത്തിയിട്ട് വന്നു നിൽക്കുന്നു. അവർക്കെല്ലാം ബോധ്യപ്പെട്ടു കഴിഞ്ഞു. ഇങ്ങനെയൊരു കാര്യം നിന്നെ പോലെ ഒരുത്തനെ വിശ്വസിച്ചേൽപ്പിച്ച എന്നെ തന്നെ പഴിക്കണം. ഛേ, സകലുടെയും മുമ്പിൽ ഞാനൊരു നികൃഷ്ടനായി. അസ്വസ്ഥതയോടെ ടോണി കൈകൾ കൂട്ടിത്തിരുമ്മി. ടോണിച്ചായ, ആ നഴ്സ് പെണ്ണ് കേസ് കൊടുക്കുമോ എനിക്കെതിരെ? ഞാൻ എങ്ങോട്ടെങ്കിലും മുങ്ങണോ? നിഖിൽ പരവശനായി ചോദിച്ചു. അവൾ കേസ് കൊടുക്കുമോ എന്ന് ഞാനെങ്ങനെ അറിയും? ടവലെടുത്ത് മുഖം തുറച്ചുകൊണ്ട് ടോണി പറഞ്ഞു. അങ്ങോട്ട് വിളിച്ചൊന്ന് അന്വേഷിക്കണം. എന്നിട്ട് വേണം ഞാനും കുടുങ്ങാൻ. അച്ചായൻ എന്നെ ഉപേക്ഷിക്കുകയാണോ? ഞാൻ പറഞ്ഞ കാര്യം നീ ചെയ്തില്ല, എന്നെ ചതിച്ചു. ഒരു കാര്യം ഓർത്തോ, എന്നെ പിടിച്ചാൽ ഞാനെല്ലാം തുറന്നു പറയും. പോകുവാന്. നിഖിൽ അതിരൂക്ഷമായി ടോണിയെ നോക്കിയിട്ട് തിരിഞ്ഞു നടന്നു. നിഖിലിൻ്റെ വരവ് ടോണിയെ കഠിനമായ സമ്മർദ്ദത്തിലാക്കി. അതീവ രഹസ്യമായി തയ്യാറാക്കിയ പദ്ധതി അമ്പേ പൊളിഞ്ഞു. ഹോസ്പിറ്റലുകാർ സംഭവം ഒരു പരിധിവരെ രഹസ്യമാക്കി വെച്ചിരിക്കുന്നതാണെന്ന ആശ്വാസം മാത്രം. തങ്ങളുടെ ഹോസ്പിറ്റൽ കേന്ദ്രീകരിച്ച് ഒരു വധശ്രമം നടന്ന കാര്യം പുറത്തറിയരുതെന്ന് അവർ കരുതുന്നു. പപ്പായും മമ്മിയും റോണിയുമൊക്കെ ഇക്കാര്യം അറിഞ്ഞേക്കാം. താനിതിൽ നിരപരാധിയാണെന്ന് എങ്ങനെ എല്ലാവരെയും ബോധ്യപ്പെടുത്തും? നല്ല ഉദ്ദേശത്തോടെ താൻ ചുമതലയേൽപ്പിച്ച നിഖിൽ ഒരു ക്രിമിനലാണെന്ന് അറിഞ്ഞില്ലെന്ന് തന്നെ തർക്കിച്ചു നിൽക്കണം. അവൻ എഴുന്നേറ്റ് ചെന്ന് വാഷ് ബേസിനിൽ മുഖം കഴുകി. ചെയറിൽ ചെന്നിരുന്നെങ്കിലും അവൻ പെട്ടെന്ന് എഴുന്നേറ്റു. വീട്ടിലേക്ക് പോകണമെന്ന് തോന്നി. ഓഫീസ് സെക്രട്ടറി താരയോട് പറയാതെ ടോണി ചെന്ന് കാറിൽ കയറി ഓടിച്ചു പോയി. 5:30 ആയപ്പോൾ വീട്ടിലെത്തി. നേരത്തെ കുളിച്ച് ഡ്രസ് മാറി സിറ്റൗട്ടിലെ ചൂരൽ കസേരയിൽ വന്നിരുന്നു. വനിതാ മാസിക വായിച്ചുകൊണ്ടിരുന്ന നിഷ ടോണിയെ കണ്ട് എഴുന്നേറ്റു. ഹോ, ഇന്ന് എന്ത് പറ്റി ഇങ്ങനെ നേരത്തെ? നിഷ ചോദിച്ചു. ഇന്ന് തിരക്കൽപ്പം കുറവായിരുന്നു. മുഖത്ത് സന്തോഷമൊന്നുമില്ലാതെ ടോണി പറഞ്ഞു. ചായ എടുക്കട്ടെ? നിഷ അടുത്ത് എന്ന് ചോദിച്ചു. വേണ്ട, വല്ലാത്ത ചൂട്. ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. അങ്ങനെ പറഞ്ഞ് അവൻ അകത്തേക്ക് കയറിപ്പോയി. നിഷയുടെ മുഖം നിരാശപൂർണമായി. വളരെ നാളുകൾ കൂടി ഭർത്താവ് ഒരു ദിവസം നേരത്തെ എത്തിയതാണ്. അപ്പോഴെങ്കിലും ഒരു പരിഗണന, സ്നേഹപ്രകടനം, അടുത്തിരുന്ന് വിശേഷം പറഞ്ഞ് ഇത്തിരി നേരം. ഒക്കെ വെറും മോഹം മാത്രമായി. ടോണിയുടെ മുഖത്ത് ഒട്ടും പ്രസന്നത കണ്ടില്ല. തലയിൽ കൂടി കറങ്ങുന്നത് മറ്റു 100 കൂട്ടം കാര്യങ്ങളായിരിക്കും. അതിനിടയിൽ തന്നെക്കുറിച്ച് ചിന്തിക്കാൻ എവിടെ നേരം? നിഷ മെല്ലെ മുറ്റത്തെ ലോണിലേക്ക് ഇറങ്ങി. ആകെ ഒരു സന്തോഷം. പൂച്ചെടികളും പൂക്കളും സന്ധ്യാമ്പരത്തിലെ വർണ്ണക്കാഴ്ചകളുമാണ്. മടുപ്പിക്കുന്ന ഏകാന്തതയും വിരസതയും അകറ്റാൻ ഒരു ഓമന കുഞ്ഞിനെ തനിക്ക് തരാതിരിക്കുന്ന ദൈവത്തോട് നിഷയ്ക്കപ്പോൾ പരിഭവം തോന്നി. നിഷ ഒന്നിങ്ങ് വന്നേ. കുളി കഴിഞ്ഞിറങ്ങിയ ടോണി സിറ്റൗട്ടിൽ നിന്ന് വിളിച്ചു. നിഷ അടുത്തേക്ക് ചെന്നു. എന്താ ടോണി? ഞാൻ തറവാട്ടിലേക്കൊന്ന് പോവുക. എന്താ ഈ നേരത്തെ ഇങ്ങനെ തോന്നിയേ? പപ്പയില്ലേ വീട്ടിൽ? ഇല്ല, വലിയവർക്ക് പോയി. മമ്മി തിരിച്ചെത്തിയിട്ടുണ്ട്. എന്നാൽ ഞാൻ കൂടെ വരട്ടെ? ഹോ, അത് വേണ്ട. ഞാൻ പോയിട്ട് വേഗമിങ്ങ് പോരും. ഞാനും അവിടെ കിടക്കുന്നൊന്നുമില്ല. കൂടെ തിരിച്ചു പോന്നോളാം. അത് ഇനിയൊരിക്കലാകട്ടെ. നീ കൂടെ കാണുമ്പോൾ ഓരോരുത്തർ വിശേഷ തിരക്ക് കൂട്ടും. വെറുതെ എന്തിനാ നമ്മൾ വിഷമിക്കുന്നേ? പോയിക്കോ. നിഷയുടെ ശബ്ദം നിരാശയുടെ ആഴങ്ങളിൽ നിന്നായിരുന്നു. ടവേരക്കാർ ഗേറ്റ് കടന്ന് റോഡിലേക്ക് ഇറങ്ങുന്നത് അവൾ മരവിപ്പോടെ നോക്കി നിന്നു. സന്ധ്യ നേരത്താണ് ടോണി മാവുങ്കൽ തറവാട്ടിലെത്തിയത്. തനിയെ അല്പം പ്രാർത്ഥിക്കാൻ തുടങ്ങിയിരുന്നു ഷേർലി. അത് നിർത്തി പെട്ടെന്ന് ഉമ്മറത്തേക്ക് ഇറങ്ങി നിന്നു. സിറ്റൗട്ടിൽ ടോണിയെ കണ്ട് അവർ വിസ്മയിച്ചു. എന്താ മോനെ ഈ നേരത്ത്? ഇപ്പോഴാ കുറച്ച് നേരെ കിട്ടിയത്. എനിക്ക് മമ്മിയോടൊപ്പം സംസാരിക്കാനുണ്ട്, ടോണി പറഞ്ഞു. വാ, അകത്തിരിക്കാം. ഷേർലി അകത്തെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെയുണ്ടായിരുന്ന സെറ്റിയിൽ രണ്ടുപേരും അടുത്തടുത്തായിരുന്നു. എടാ, നീ കൊണ്ടുവന്ന പയ്യൻ ഒരു ചതിയനായിരുന്നല്ലേ? ഷേർലി ചോദിച്ചു. എൻ്റെ മമ്മി, അവൻ ഇത്രക്കാരനാണെന്ന് ഞാനൊട്ടും കരുതിയില്ല. വിവരം കേട്ടപ്പോൾ വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല. എന്നെ അവൻ പറഞ്ഞു പറ്റിച്ചു, സങ്കടഭാവത്തിൽ ടോണി പറഞ്ഞു. എനിക്കെൻ്റെ മോനെ ആ പയ്യനെ കണ്ടപ്പം ഏതോ നല്ല കുടുംബത്തിൽ പിറന്നതാണെന്ന് തോന്നിയേ. എന്തൊരു വിനയം, മര്യാദ ഒക്കെ കാവ്യമായിരുന്നു. നേഴ്സിനോട് മര്യാദ കേട് കാണിച്ചു. വീട്ടിൽ പറഞ്ഞു വിട്ടത് നന്നായി. അവൻ്റെ ബാഗിൽ എന്തൊക്കെയോ രാസവസ്തുക്കളുണ്ടായിരുന്നെന്ന വിവരം. അത് കൊടുത്ത് റോണിയെ മയക്കി കിടത്തിയിട്ട് കഴുത്തിൽ കിടക്കുന്ന 5 പവൻ്റെ സ്വർണ്ണമാലയും കൈക്കലാക്കി അവൻ പോയേനെ. നമുക്ക് ഭാഗ്യമുണ്ടായി, ഷേർലി പറഞ്ഞു. മമ്മി അല്പവും തന്നെ തെറ്റിദ്ധരിച്ചിട്ടില്ലെന്ന് അവന് തോന്നി. അത് വലിയ ആശ്വാസമാണ്. താൻ കബളിപ്പിക്കപ്പെട്ടെന്ന് പറഞ്ഞത് മമ്മി വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു. പപ്പയുടെ മനസ്സിൽ ഉറപ്പായും സംശയമുണ്ടായിട്ടുണ്ട്. ഏതിനും തൻ്റെ കുറ്റങ്ങൾ തേടി നടക്കുന്ന പപ്പ തന്നെ കുറ്റപ്പെടുത്തിയാൽ തന്നെ ഇഷ്ടക്കേട് കൊണ്ടാണെന്ന് വ്യാഖ്യാനിക്കപ്പെടും. പക്ഷേ റോണി ഇത് മനസ്സിലാക്കിയാൽ? അതോർത്തപ്പോൾ ടോണിക്ക് തല മരയ്ക്കുന്നത് പോലെ തോന്നി. നിനക്കെന്താടാ കുടിക്കാനെടുക്കേണ്ടത്? ഷേർലി തിരക്കി. ഇപ്പം എനിക്കൊന്നും വേണ്ട മമ്മി, പെട്ടെന്ന് പോകണം. വീട്ടിൽ ഒരു ജോലിക്കാരി പെണ്ണ് മാത്രമേ ഉള്ളൂ നിഷയ്ക്ക് കൂട്ടിന്, ടോണി പറഞ്ഞു. ഹോ, ഞാനത് ഓർത്തില്ല. നീയെങ്കിൽ വേഗം പോയിക്കോളൂ. ഷേർലി സെറ്റിൽ നിന്ന് എഴുന്നേറ്റു. അപ്പോൾ അവരുടെ സെൽഫോൺ ശബ്ദിച്ചു. എടുത്തു നോക്കിയപ്പോൾ മാത്തുക്കുട്ടിയാണ്. ഷേർലി, ഞാനാ വെല്ലൂരിന്ന്. മനസ്സിലായി. എങ്ങനെയുണ്ട് ചായ റോണി മോനെ? അവൻ അങ്ങനെ തന്നെ കിടക്കുന്നു. പകൽ 6:30 വരെ ഞാൻ അവൻ്റെ ഒപ്പം മുറിയിൽ കഴിയും. പിന്നെ ഹോസ്പിറ്റലിനടുത്ത് തന്നെ ഒന്നാന്തരം ഒരു ഹോട്ടലുണ്ട്. അവിടെ റൂമെടുത്ത് കിടക്കുക. വൈസ് ചാൻസലറായിട്ട് വന്ന പയ്യൻ്റെ കാര്യം? അത് ഷേർലി തികച്ചും ആസൂത്രിതമാ. ആദ്യ ദിവസം തന്നെ അവനെ പിടികൂടി പുറത്താക്കിയത് വലിയ ഭാഗ്യമായി.
ഫോണിൽ കൂടെ എല്ലാം പറയാൻ പറ്റുകയില്ല. പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ പറയാനേ വിളിച്ചേ. വളരെ പ്രശസ്തനായ ഒരു വിദേശ ഡോക്ടർ ഉടനെ കേരളത്തിലെത്തുന്നുണ്ട്. അദ്ദേഹമായിരിക്കും നമ്മുടെ മോൻ്റെ ഓപ്പറേഷൻ നടത്തുന്നത്. ദൈവമേ, അതൊരു മഹാഭാഗ്യമാ, ദൈവാനുഗ്രഹമാ, ഷേർലി പ്രതികരിച്ചു. ഒരു നല്ല വാർത്ത കൂടിയുണ്ട്. നമുക്കൊരു പുതിയ ബൈസ്റ്റാൻഡർ ഇന്ന് എത്തിയേക്കും. പെൺകുട്ടിയാണ്. ഡ്രൈവർ മോഹനൻ കണ്ടുപിടിച്ചു കൊണ്ടുവന്നതാ. എങ്കിൽ ഞാൻ നിർത്തുന്നു. ഗുഡ് നൈറ്റ് ഷേർലി. മാത്തുക്കുട്ടിയുടെ ഫോൺ കട്ടായി. ഷേർലിയുടെ നെറ്റി ചുളിഞ്ഞു. റോണിയുടെ ഓപ്പറേഷൻ സംബന്ധമായ കാര്യങ്ങൾ സംസാരിക്കാനാണ് ഡോക്ടർ സിസ്റ്റർ പവിത്ര മാത്തുക്കുട്ടിയെ തൻ്റെ ക്യാബിനിലേക്ക് വിളിപ്പിച്ചത്. പ്രഷർ വേരിയേഷൻ മൂലം തീർത്തും ക്ഷീണിതനായിരുന്നു മാത്തുക്കുട്ടി. അനുസരണയുള്ള ഒരു കുട്ടിയെപ്പോലെ അയാൾ സിസ്റ്റർക്കെതിരെ കസേരയിലിരുന്നു. മാത്തുക്കുട്ടി ചേട്ടാ, കണ്ടിട്ട് ചേട്ടനിപ്പോൾ നല്ലൊരു ചെക്കപ്പും ട്രീറ്റ്മെൻറ്റും വേണമെന്ന് തോന്നുന്നു. പതിവ് ഗുളികകളൊക്കെ കൃത്യമായി കഴിക്കുന്നില്ലേ? ഉണ്ട് സിസ്റ്റർ. പിന്നെന്തെങ്ങനെ? ആഹാരം പറ്റുന്നില്ലേ? ആഹാരത്തിനൊന്നും കുറവില്ല. മനസ്സിൻ്റെ പ്രയാസം ശരീരത്തെയും ബാധിക്കുന്നതായിരിക്കും സിസ്റ്റർ. ആ ബൈസ്റ്റാൻഡറെ നിർത്തിയിട്ട് പോകുന്നതിന് ഞാനല്പം കടുത്ത ഭാഷയിൽ സംസാരിച്ചു. മനഃപൂർവ്വമല്ല. അപ്പോഴത്തെ ദേഷ്യത്തിനങ്ങ് പറഞ്ഞു പോയതാ, സിസ്റ്റർ കുറ്റബോധത്തോടെ പറഞ്ഞു. അതിനൊന്നും എനിക്കൊരു വിഷമം ഉണ്ടായില്ല സിസ്റ്റർ. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ചയാണ് ഉണ്ടായത്. അവൻ ആ നേഴ്സിനോട് മര്യാദക്കേട് കാട്ടി പുറത്തു പോയിരുന്നില്ലെങ്കിൽ റോണി അത് ഇന്ന് ജീവിച്ചിരിക്കുമായിരുന്നില്ല. അതിവിദഗ്ധമായി തയ്യാറാക്കിയ ഗൂഢപദ്ധതി തകർത്തത് ദൈവമാണെന്നാണ് എൻ്റെ വിശ്വാസം. ജ്യേഷ്ഠനും അനുജനും തമ്മിൽ ഇത്രയ്ക്ക് പകയുണ്ടായതെങ്ങനെയാ? മാത്തുക്കുട്ടിയുടെ ചുണ്ടിൽ ഒരു വിളറിയ ചിരിയുണ്ടായി. സിസ്റ്ററെ, എൻ്റെ മൂത്ത മകന് ഇളയവനോട് പകയൊന്നുമില്ല. പണത്തോടുള്ള ഒരിക്കലും തീരാത്ത ആർത്തിയാണ് അവന്. ഇപ്പം ഇതോടെ ഇവനങ്ങ് മരിച്ചു പോയാൽ മുഴുവൻ സ്വത്തും അവൻ്റേതാകുമല്ലോ. ചികിത്സിച്ച് മുന്നോട്ട് പോയാൽ നല്ല പണച്ചെലവ് ഉണ്ടാകുമെന്നും അവനറിയാം. ഓപ്പറേഷൻ നടത്തിയാലും റോണി രക്ഷപ്പെടുകയില്ലെന്നും അന്വേഷിച്ചറിഞ്ഞു വച്ചിരിക്കുകയാണ്. ചോദിക്കുന്നതിൽ വിഷമം തോന്നരുത്. റോണിയുടെ യഥാർത്ഥ സഹോദരൻ തന്നെയല്ലേ അവൻ? അതെ സിസ്റ്റർ, അവൻ എൻ്റെ മകൻ തന്നെയാണ്. ആദിയിൽ ആദത്തിനും ഉണ്ടായില്ലേ 2 മക്കൾ, ആബേലും കായേനും. അനുജനെ ജ്യേഷ്ഠൻ കൊന്നില്ലേ? ഇവിടെ കൊല്ലാൻ ശ്രമിച്ചു, കഴിഞ്ഞില്ലെന്ന് മാത്രം. ഹോ, മനുഷ്യൻ ഇങ്ങനെ ക്രൂരനാവുമോ? അതിശയം തോന്നുന്നു. മറ്റൊന്നു കൂടി പറയാനുണ്ട് സിസ്റ്റർ. എൻ്റെ മൂത്ത മകൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 8 വർഷമായി. ഇതുവരെ മക്കളുണ്ടായിട്ടില്ല. സ്വന്തം പേരിൽ 50 ഏക്കർ സ്ഥലമുണ്ട്. 4 ഫ്ലാറ്റുകൾ നഗരത്തിലുണ്ട്. തൃപ്തിയില്ല എന്ന് തോന്നുന്നു. സിസ്റ്റർ പവിത്ര വിസ്മയത്തോടെ മാത്തുക്കുട്ടിയെ നോക്കി നിശബ്ദമായിരുന്നു. മാത്തുക്കുട്ടി ചേട്ടാ, ആ നിഖിലിനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചിരുന്നെങ്കിൽ എല്ലാം പുറത്തു വരുമായിരുന്നു. ശിക്ഷിക്കപ്പെടുമെന്നൊന്നും എനിക്ക് വിശ്വാസമില്ല. പണമുണ്ടല്ലോ, എങ്ങനെയും രക്ഷപ്പെട്ടു പോരും, സിസ്റ്റർ പറഞ്ഞു. ഞങ്ങൾ മൂലം മാനക്കേടുണ്ടായ ആ നേഴ്സ് കൊച്ചിനോട് ഒന്ന് മാപ്പ് ചോദിക്കണമെന്ന് ഉണ്ടായിരുന്നു എനിക്ക്. ഓ, ഇനി അതൊന്നും നടക്കില്ല. അവൾ രാജിവെച്ച് പോയി. പലരും ഇത്തരം സംഭവങ്ങളുണ്ടായാൽ പുറത്ത് പറയില്ല, പ്രതികരിക്കില്ല. ഇവൾ കേസ് കൊടുക്കണമെന്ന് ശഠിച്ചു. ഇങ്ങനെയൊരു കേസുണ്ടായാൽ അതിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ച് ഞങ്ങൾ ഭയന്നു. പ്രധാനമായും 2 ക്രൈമുകളാണ്. കേസായാൽ അത് ചാനലുകൾക്കും പത്രങ്ങൾക്കും കിട്ടും. അവർ അന്വേഷിക്കും. അവരത് ആഘോഷിക്കും. ഹോസ്പിറ്റൽ പൂട്ടിക്കെട്ടാൻ ഇങ്ങനെയൊരു സംഭവം മതി. മാനേജ്മെൻറ്റ് കെഞ്ചിക്കയാണ് പറഞ്ഞ് അവളെ പിന്തിരിപ്പിക്കുകയായിരുന്നു. അവൾ റിസൈൻ ചെയ്തു. ഹോ, മാത്തുക്കുട്ടി തലയിൽ കൈവച്ചു. അവിടെ കൊണ്ട് പ്രശ്നം തീർന്നില്ല. മാനേജ്മെൻറ്റ് എക്സിക്യൂട്ടീവ് വിളിച്ചു ചേർത്തു. റോണിയെ ഇവിടുന്ന് മാറ്റണമെന്ന് സകലരും ഏകശബ്ദത്തിൽ പറഞ്ഞത്. ഞാൻ മാത്രം അതിനെതിർത്തു. വളരെ ശ്രമപ്പെട്ടാണ് റോണിയെ ഇവിടെ തുടർന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ സമ്മതിപ്പിച്ചത്. അവൻ്റെ അരികിൽ അന്ന് ആരുമില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ മനുഷ്യൻ അനുഭവിച്ച വേദനയുടെ ആഴം എത്രയെന്ന്. മാത്തുക്കുട്ടി നിമിഷങ്ങളോളം സ്തബ്ധനായിരുന്നു. മാത്തുക്കുട്ടി ചേട്ടാ, ഞാനിതൊക്കെ പറഞ്ഞു വിഷമിപ്പിച്ചു അല്ലേ? സിസ്റ്റർ പവിത്ര പുഞ്ചിരിച്ചു. ഇല്ല സിസ്റ്റർ, എൻ്റെ മകൻ അനുഭവിച്ച മനോവേദനയുടെ 1000-1 പോലും ഞാൻ അനുഭവിക്കുന്നില്ലല്ലോ. ഒരു സിസ്റ്ററായ ഞാൻ ഇതൊക്കെ മറ്റാരോട് പറയും? മാനേജ്മെൻറ്റിനും സഹപ്രവർത്തകർക്കും തീരെ ഇഷ്ടമില്ലാത്ത പേഷ്യൻറ്റിന് വിദേശത്തു നിന്നുള്ള വിദഗ്ധ ഡോക്ടറെ വരുത്തി ഓപ്പറേഷൻ നടത്താനുള്ള ഒരു പോരാട്ടമാണ് ഞാൻ നടത്തുന്നത്. മറ്റൊരു കാര്യം, റോണിയുടെ ഇപ്പോഴത്തെ മാനസിക നില ഒരു മേജർ ഓപ്പറേഷന് വിധേയനാക്കാൻ പറ്റിയതല്ല. ഞാനെന്താ സിസ്റ്റർ ചെയ്യേണ്ടത്? മാത്തുക്കുട്ടി ദീനഭാവത്തിൽ ചോദിച്ചു. അവന് സ്നേഹം കൊടുക്കണം, പ്രത്യാശ തോന്നിക്കണം. അതിനു പറ്റിയ ഒരാളുടെ സാമീപ്യമാണ് വേണ്ടത്. നിങ്ങളുടെ ബന്ധത്തിൽ റോണിയോട് വ്യക്തിബന്ധമുള്ള അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഒരു കസിനുണ്ട്, അജേഷ്. ഇവർ തമ്മിൽ വലിയ ആത്മാർത്ഥതയാണ്. അയാളൊന്ന് വന്ന് നിൽക്കുമോ കുറച്ച് ദിവസം കൂടെ? അജേഷിൻ്റെ കാര്യവും ഒരു ട്രാജഡിയാണ് സിസ്റ്റർ. വിവാഹം കഴിഞ്ഞ് 2 വർഷമായപ്പോൾ അവൻ്റെ ഭാര്യ മരിച്ചു. സ്നേഹിച്ച് വിവാഹം കഴിച്ചതായിരുന്നു. ഇപ്പോൾ 3 വയസ്സുള്ള ഒരു പെൺകുഞ്ഞുണ്ട്. അതെപ്പോഴും അവൻ്റെ ഒപ്പമാണ്. വന്നു നിൽക്കുന്നെങ്കിൽ കുഞ്ഞിനെയും കൂടെ കൊണ്ടുവരേണ്ടി വരും. ഇന്നയാൾ വേണമെന്ന് ഞാൻ നിർദ്ദേശിക്കുന്നില്ല. സ്നേഹവും ആത്മാർത്ഥതയുമുള്ള ആളായിരിക്കണം. വിദേശത്ത് നിന്ന് വരുന്ന ഡോക്ടർ സക്രിയ മാത്യു അതിപ്രഗത്ഭനാണ്. അദ്ദേഹത്തിൻ്റെ വിരൽ തുമ്പുകൾക്ക് പിഴവ് വരില്ലെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമാണ്. റോണിയെ നമുക്ക് രക്ഷപ്പെടുത്തണം. എനിക്ക് ഇത്രയേ പറയാനുള്ളൂ. മാത്തുക്കുട്ടി സിസ്റ്റർ പവിത്രയ്ക്ക് മുമ്പിൽ കൈകൾ കൂപ്പി. നന്ദിയുണ്ട് സിസ്റ്റർ, എൻ്റെ മകനോട് കാണിക്കുന്ന ഈ താല്പര്യത്തിന്, സ്നേഹത്തിന്.
മാത്തുക്കുട്ടിയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. നമ്മൾ എന്തൊക്കെ ചെയ്താലും അത് ഫലമണിയണമെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടി വേണം. പ്രാർത്ഥിക്ക്, സിസ്റ്റർ പവിത്ര ഉപദേശിച്ചു. മാത്തുക്കുട്ടി ക്യാബിനിൽ നിന്നിറങ്ങി. രാത്രി 8 മണിക്ക് ഹോട്ടൽ മുറിയിലായിരിക്കുമ്പോൾ മാത്തുക്കുട്ടിയുടെ മൊബൈൽ ശബ്ദിച്ചു. കോൾ മോഹനൻ്റേതായിരുന്നു. അച്ചായ, ഞങ്ങൾ 9 മണിയാകുമ്പോഴെത്തിയേക്കും. സോനുവിനൊരു റൂം ബുക്ക് ചെയ്യണമെന്ന് പറഞ്ഞത് കിട്ടിയോ? കിട്ടി. നമ്മുടെ റൂമിനോട് ചേർന്ന് തന്നെ അവർ സംഘടിപ്പിച്ചു തന്നു. ഇന്ന് ആശുപത്രിയിൽ എന്തൊക്കെയുണ്ട് വിശേഷം? പ്രത്യേകിച്ചൊന്നുമില്ല. ഓപ്പറേഷൻ്റെ കാര്യം സിസ്റ്റർ പവിത്രയുമായിട്ടൊന്ന് സംസാരിച്ചു. അച്ചായന് ഹോസ്പിറ്റലിൽ നിന്ന് പ്രഷറും ഷുഗറും ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാമായിരുന്നു. വേണ്ടതായിരുന്നു, പറ്റിയില്ല. ക്ഷീണം നല്ലതുപോലെയുണ്ട്. ആരോഗ്യം ശ്രദ്ധിക്കണേ. വയ്ക്കുക. മോഹനൻ ഫോൺ കട്ടാക്കി. മാത്തുക്കുട്ടി ബെല്ലടിച്ച് റൂം ബോയിയെ വരുത്തി. 3 പേർക്ക് കഴിക്കാനുള്ള ചപ്പാത്തിയും ചിക്കൻ കറിയും ഓർഡർ ചെയ്തു. മോഹനും പെൺകുട്ടിയും യാത്ര ചെയ്ത് ക്ഷീണിച്ചു വരുമ്പോൾ എന്തെങ്കിലും കഴിക്കാൻ കരുതി വയ്ക്കുന്നത് ഒരു മര്യാദയാണെന്ന് മാത്തുക്കുട്ടിക്ക് കരുതി. ഓർഡർ ചെയ്ത ആഹാരം എത്തും മുമ്പേ മോഹനും സോനുവും മുറിയിലെത്തി. അച്ചായ, ഇതാണ് ഞാൻ പറഞ്ഞ കുട്ടി. പേര് സോനു. മോഹനൻ അവളെ പരിചയപ്പെടുത്തി. ഒറ്റ നോട്ടത്തിൽ തന്നെ അയാൾക്ക് അവളെ ബോധിച്ചു. കുലീനത്വവും സൗന്ദര്യവും ഒത്തിണങ്ങിയ കുട്ടി. ഒരു ബന്ധുവിൻ്റെ രൂപഭാവങ്ങളായിരുന്നു മാത്തുക്കുട്ടി അവളെ കണ്ടത്. മോള് യാത്ര ചെയ്ത് മടുത്തു കാണും. മാത്തുക്കുട്ടി അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മടുപ്പൊന്നുമില്ലേ ചായ? അവൾ മെല്ലെ പറഞ്ഞു. മോഹന, ഞാൻ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ രണ്ടാളും കൈയും മുഖമൊക്കെ കഴുകുക, മാത്തുക്കുട്ടി പറഞ്ഞു. സോനു മുഖം കഴുകാനായി വാഷ് ബേസിനടുത്തേക്ക് നീങ്ങിയപ്പോൾ മോഹനൻ റൂമിലുണ്ടായിരുന്ന ചെറിയ സെറ്റിയിലിരുന്നു. പെട്ടെന്ന് തന്നെ ചപ്പാത്തിയും ചിക്കൻ കറിയുമായി റൂം പോയി കടന്നു വന്നു. അവനത് മേശയിൽ വെച്ചിട്ട് ഇറങ്ങിപ്പോയി. മോഹന, നേരം 9:30 ഇനിയൊട്ടും താമസിക്കണ്ട. 2 പേരും വന്ന് ആഹാരം കഴിച്ച് കിടക്കാൻ നോക്ക്, മാത്തുക്കുട്ടി പറഞ്ഞു. മോഹനൻ എഴുന്നേറ്റ് കൈ കഴുകി മേശക്കരികിലെത്തി. മാത്തുക്കുട്ടി ചായനും കഴിക്കാനൊരുങ്ങി. ചപ്പാത്തിയും കോഴിക്കറിയും 3 പ്ലേറ്റുകളിലായി വിളമ്പിയത് സോനുവാണ്. ഒരു പ്ലേറ്റിൽ വിളമ്പിയത് അവൾ മാത്തുക്കുട്ടിക്ക് കൊടുത്തു. മറ്റൊരെണ്ണം മോഹനൻ ചേർന്നു കൊടുത്തതിന് ശേഷം അവൾ കഴിക്കാൻ തുടങ്ങി. ഒരു മകൾ വിളമ്പി നൽകുന്ന അനുഭവമാണ് മാത്തുക്കുട്ടിക്കുണ്ടായത്. സോനുവിന് ഇന്നോവ കാറിൽ ഇങ്ങനെയൊരു ദൂരയാത്രയും ഹോട്ടൽ മുറിയിലെ ജീവിതവുമൊക്കെ പുതിയ കാര്യമായിരുന്നു. സോനുവിന് വീട്ടിലാരൊക്കെയുണ്ട്? മാത്തുക്കുട്ടി തിരക്കി. ചേട്ടനും ചേച്ചിയും അവരുടെ 2 മക്കളും. ഡിഗ്രി കഴിഞ്ഞതാണല്ലേ? ഇല്ല ചായ, 2 വർഷമേ പോയുള്ളൂ. പിന്നെ നിർത്തേണ്ടി വന്നു. സങ്കടത്തോടെയാണ് അവളത് പറഞ്ഞത്. പഠിക്കാൻ വലിയ താല്പര്യമുണ്ടായിരുന്നു. വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടാണ് അതിന് കഴിയാതെ വന്നത്. സോനു മുമ്പ് എവിടെയെങ്കിലും ഇങ്ങനെ രോഗിയെ ശുശ്രൂഷിക്കാൻ നിന്നിട്ടുണ്ടോ? ഇല്ല ചായ, ആദ്യമായി ഞാൻ. സാരമില്ല, ഇവിടെ നല്ല പരിശീലനം കിട്ടിയ മെയിൽ നഴ്സുമാരുണ്ട്. പ്രാഥമിക ആവശ്യങ്ങൾക്കൊക്കെ അവർ ഹെൽപ്പ് ചെയ്തോളും. റൂമിൽ യഥാസമയം വിവരമറിയിക്കുന്ന പണിയേ സോനുവിനുള്ളൂ, മാത്തുക്കുട്ടി പറഞ്ഞു. 3 പേർക്കും നല്ല വിശപ്പുണ്ടായിരുന്നതിനാൽ വളരെ വേഗം കഴിച്ചു തീർത്തു. റൂം പോയി ഒരിക്കൽ കൂടി കയറി വന്ന് മറ്റെന്തെങ്കിലും കൂടി വേണോ എന്ന് തിരക്കി. കൂടുതലൊന്നും ഓർഡർ ചെയ്തില്ല. മോളെ സോനു, നിനക്കുറങ്ങാൻ വേണ്ടി ഒരു സെപ്പറേറ്റ് റൂം എടുത്തിട്ടുണ്ട്. ഇതിനോട് ചേർന്നുള്ള മുറി തന്നെ. ഇതാ താക്കോൽ. മാത്തുക്കുട്ടി മുറിയിലെ താക്കോൽ അവൾക്ക് കൊടുത്തു. ഒന്നും പേടിക്കേണ്ട കേട്ടോ, ഞങ്ങൾ രണ്ടും ഇവിടെയുണ്ട്. തന്നെയുമല്ല, ഈ ഹോട്ടലിൽ 1-ാം തരം സുരക്ഷാ ക്രമീകരണങ്ങളുമുണ്ട്, മോഹനൻ പറഞ്ഞു. മാത്തുക്കുട്ടിയുടെ കയ്യിൽ നിന്നും മുറിയുടെ താക്കോൽ വാങ്ങിക്കുമ്പോൾ സോനുവിൻ്റെ വിരലുകൾ വിറച്ചു. വെല്ലൂർ നഗരത്തിലെ പ്രശസ്തമായ ഹോട്ടലിലെ 1-ാം ക്ലാസ് മുറിയിൽ തനിയെ ഒരു രാത്രി കഴിയാൻ പോകുന്നു. തൻ്റെ ജീവിതത്തിലെ ഇന്നലെയും ഇന്നും തമ്മിലുള്ള വ്യത്യാസം എത്ര വലുതാണ്! ഒട്ടും മടി കാണിക്കാതെ സോനു തനിക്കുള്ള മുറി തുറന്ന് അകത്ത് കയറി. സകല സൗകര്യങ്ങളുമുള്ള വിശാലമായ മുറി. അവൾ ചുറ്റുപാടുകൾ ആകെയൊന്ന് വിലയിരുത്തി. പിന്നെ കുളിക്കാനായി ബാത്റൂമിലേക്ക് കയറി. അവിടെ ചൂടുവെള്ളവും തണുത്ത വെള്ളവും കിട്ടുന്ന ടാപ്പുകളും ബാത്റൂം ടബും മറ്റ് ആധുനിക സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. സോനു തണുത്ത വെള്ളത്തിൽ കുളിച്ച് ഡ്രസ്സ് മാറി പുറത്തിറങ്ങി. ജനലരികിൽ ചെന്ന് അവൾ രാത്രിയിലെ നഗരക്കാഴ്ചകൾ നോക്കി നിന്നു. മാത്തുക്കുട്ടിയുടെയും മോഹനൻ്റെയും ഒപ്പം മുറിയിലേക്ക് കടന്നു ചെന്ന സോനുവിനെ റോണി ശ്രദ്ധിച്ചു നോക്കി. മുഖത്ത് പെട്ടെന്നൊരു പ്രകാശം പരന്നു. ഹോ റിൻസി, ഇപ്പോഴെങ്കിലും ഒന്ന് വരാൻ തോന്നിയല്ലോ. എനിക്കിനി മരിച്ചാലും സങ്കടമില്ല, റോണി സോനുവിനെ നോക്കി അത്യാഹ്ലാദത്തോടെ പറഞ്ഞു. മാത്തുക്കുട്ടിയുടെ മുഖം മങ്ങി. തന്നെ മറ്റാരോ ആണെന്ന് റോണി തെറ്റിദ്ധരിച്ചിട്ടുണ്ടെന്ന് സോനുവിനും ബോധ്യമായി. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് ഇത്തിരി മാറി നിന്നതേയുള്ളൂ. മാത്തുക്കുട്ടി റോണിയുടെ അടുത്തേക്ക് കസേര വലിച്ചിട്ടിരുന്നു. മോനെ റോണി, നീ തെറ്റിദ്ധരിച്ചിരിക്കുക. റിൻസിയല്ല ഇത്, സോനുവാണ്. നിനക്കൊരു സഹായത്തിന് ഇവിടെ നിൽക്കാൻ മോഹനൻ കൂട്ടിക്കൊണ്ടുവന്ന കുട്ടിയാ, മാത്തുക്കുട്ടി പറഞ്ഞു. സോറി. റിൻസിയുടെ അതേ മുഖം, ചിരി, ഹെയർ സ്റ്റൈൽ പോലും. ഞാൻ ഓർത്തു അവളെന്നെ കാണാൻ വന്നതാണെന്ന്, അവൻ പറഞ്ഞു. അപ്പോൾ സോനു അവൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നു. റോണി, ഞാൻ റിൻസിയല്ല. ആ കുട്ടിയുടെ ഒരു ഡ്യൂപ്പായിട്ട് കരുതിയാൽ മതി എന്നെ. ഞാനിവിടെ റോണിക്ക് കൂട്ടു നിൽക്കുന്നതിൽ ഇഷ്ടക്കുറവുണ്ടോ? അവൾ ചോദിച്ചു. സോനു, ഞാൻ തിരിച്ചൊന്ന് ചോദിക്കട്ടെ? ഡ്യൂപ്പായിട്ടല്ല, റിൻസിയാണെന്ന് തന്നെ സോനുവിനെ മനസ്സിൽ കരുതിക്കോട്ടെ. സോനു ഒന്ന് പതറി. എന്തു പറയും? റിൻസിയേക്കാൾ എത്രയോ താഴെയാണ് തൻ്റെ സ്ഥാനം. മാത്തുക്കുട്ടിയും മോഹനനും അവളത് സമ്മതിച്ചെങ്കിലെന്ന് മനസ്സിൽ പ്രാർത്ഥിക്കുകയായിരുന്നു. സോനു എന്തൊന്നും പറയാത്തേ?
ഞാൻ റിൻസിയേക്കാൾ ഒത്തിരി താഴെയാ കേട്ടോ. എനിക്ക് അങ്ങനെയല്ല, സമമാ. എങ്കിൽ റോണിക്ക് ഇഷ്ടമുള്ളതുപോലെ കരുതിക്കോളൂ, അവൾ പുഞ്ചിരിച്ചു. മോഹന, ഇവർ തമ്മിൽ സംസാരിക്കട്ടെ, പരിചയപ്പെടട്ടെ, നമുക്ക് പുറത്തേക്ക് ഒന്നിറങ്ങാം, മാത്തുക്കുട്ടി പറഞ്ഞു. അവർ രണ്ടുപേരും അപ്പോൾ തന്നെ ഇടനാഴിയിലേക്ക് ഇറങ്ങി. സന്തോഷത്തിൻ്റെ പാരമ്യത്തിലായിരുന്നു മാത്തുക്കുട്ടി. സോനുവിൻ്റെ വരവ് റോണിയിൽ പെട്ടെന്നൊരു മാറ്റം ഉണ്ടാക്കിയതായി അയാൾക്ക് തോന്നി. മോഹന, പെൺകുട്ടി ബഹുമിടുക്കി തന്നെ. എത്ര വേഗത്തിലാണ് അവൾ റോണിയോട് ഇണങ്ങിയത്. എനിക്ക് അതിശയം തോന്നി, മാത്തുക്കുട്ടി പറഞ്ഞു. ഞാനും ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. ഒരു പെൺകുട്ടി ബൈസ്റ്റാൻഡറായിട്ട് നിൽക്കുന്നത് റോണി മോന് ഇഷ്ടപ്പെടുവാതെ വരുമോ എന്നും പേടിച്ചു. സ്വഭാവത്തിലും പെരുമാറ്റത്തിലും കുഴപ്പമുണ്ടാകില്ല എന്നൊരു വിശ്വാസമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ഡോക്ടർ സിസ്റ്റർ പറഞ്ഞത് റോണിക്ക് സ്നേഹവും പ്രതീക്ഷയും കൊടുക്കാൻ കഴിയുന്ന ഒരാളെ കണ്ടെത്തി കൂട്ടത്തിൽ നിർത്തണമെന്നാണ്. ബന്ധുക്കളിൽ ഇതിന് സന്നദ്ധയുള്ള അങ്ങനെ ഒരാളെ ഞാൻ കണ്ടില്ല. അജേഷിനാണെങ്കിൽ മോളെ ഇട്ടിട്ട് ഇവിടെ വന്ന് നിൽക്കാൻ എങ്ങനെ പറ്റും? സോനു ഡിഗ്രി വരെയൊക്കെ പഠിച്ച കുട്ടിയാണ് ചയ. ഏതെങ്കിലും കടയിലോ ടെക്സ്റ്റൈൽസിലോ പണി വാങ്ങിക്കൊടുക്കണമെന്നും പറഞ്ഞ എന്നെ വന്ന് കണ്ടത്. 1-2 സ്ഥലത്ത് ഞാൻ ചെന്ന് ചോദിച്ചു. ആള് കൂടുതലാണെന്നാണ് അവർ പറഞ്ഞത്, മോഹനൻ വിശദീകരിച്ചു. ഇങ്ങനെയൊരവസ്ഥയിൽ കിടക്കുന്നയാൾക്കൊപ്പം ഒരു പെണ്ണ് നിൽക്കുന്നതിൽ ആരും അങ്ങനെ കുറ്റം പറയുമെന്നും തോന്നുന്നില്ല. പറച്ചിലുകാർ ഏതിനും പറഞ്ഞുകൊണ്ടിരിക്കും. ഈ പെണ്ണിനെ നാട്ടിൽ നിന്ന് കാറയിൽ കയറ്റിക്കൊണ്ട് പോകുന്നതിനെ ചൊല്ലിയും കഥകളുണ്ടായേക്കും. സോനുവിനും അതറിയാം. എന്നാലും അവൾ വരാൻ തയ്യാറായത് വലിയ കാര്യം തന്നെയാണ്. ഇന്നത്തെ കാലത്ത് ആരായാലും ഇങ്ങനെ ഇറങ്ങിപ്പോരാൻ സമ്മതിക്കുകയല്ല, മോഹനൻ പറഞ്ഞു. നമുക്ക് ശത്രുക്കൾ പുറത്തല്ലല്ലോ മോഹന, കുടുംബത്ത് തന്നെ ഉണ്ടല്ലോ, മാത്തുക്കുട്ടി അർത്ഥഗർഭമായി പറഞ്ഞു. മോഹനൻ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. അപ്പോഴേക്കും ചെക്കപ്പിനായി ഡോക്ടർ പവിത്രയും സീനിയർ നേഴ്സുമാരിൽ ഒരാളും അവിടെ എത്തി. അവർ റോണിയുടെ റൂമിലേക്ക് കടന്നു ചെന്നപ്പോൾ അവന് ഓറഞ്ച് നീര് സ്പൂണിൽ കോരി കൊടുത്തു കൊണ്ട് അരികിലിരിക്കുകയായിരുന്നു സോനു. അവൾ ബഹുമാനപൂർവ്വം പിടഞ്ഞെഴുന്നേറ്റു. പിന്നെ ഭിത്തി അരികിലേക്ക് മാറി നിന്നു. ഡോക്ടർ സിസ്റ്റർ പവിത്ര അവളെ കൗതുകത്തോടെ നോക്കി. ആരാ റോണി ഈ പുതിയ കഥാപാത്രം? സിസ്റ്റർ തിരക്കി. ഇത് ഇന്ന് വന്നു ചേർന്ന വേണ്ടപ്പെട്ട ഒരാളാ സിസ്റ്റർ, അവൻ പറഞ്ഞു. വേണ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ കസിനോ മറ്റോ? അല്ല സിസ്റ്റർ, ഊഹിച്ച് പറയാമോ? റോണിയുമായി വിവാഹം ഉറപ്പിച്ച പെൺകുട്ടി. ഒരിക്കലുമല്ല. റിൻസി ഇനി ഒരിക്കലും എൻ്റെ അടുത്ത് വരില്ല സിസ്റ്റർ. അവൾ മറ്റൊരാളെ വിവാഹം കഴിച്ച് എവിടെയെങ്കിലും സുഖമായി ജീവിക്കും. ഞങ്ങളുടെ പെണ്ണുകാണലും ഉറപ്പിക്കലുമൊക്കെ അവൾ ഒരിക്കലും ഓർക്കുക പോലുമില്ല. ഇടിച്ചു തകർന്ന ഒരു വണ്ടി ആർക്കു വേണം? ഈ കുട്ടി ഏതാണെന്ന് ഇതുവരെ പറഞ്ഞില്ല. എനിക്ക് കൂട്ടിനിവിടെ നിൽക്കാൻ നാട്ടിൽ നിന്ന് വന്ന കുട്ടിയാണ് ഡോക്ടർ. ആളും ഇടിക്കുകയാണെന്ന് തോന്നുന്നു. എന്താ പേര്? സിസ്റ്റർ തിരക്കി. സോനു, അവൾ പുഞ്ചിരിച്ചു. സോനിനോട് ഞാനൊരു കാര്യം പറയട്ടെ? പറഞ്ഞോളൂ ഡോക്ടർ, എന്താണെങ്കിലും. റോണിക്ക് ഇപ്പോൾ നൽകാൻ കഴിയുന്ന എല്ലാവിധ ചികിത്സകളും ഞങ്ങളിവിടെ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ വിദേശത്തു നിന്ന് വരുന്ന ഒരു മെഡിക്കൽ കോളേജ് പ്രൊഫസറായിരിക്കും ഓപ്പറേഷൻ നടത്തുന്നത്. എത്രയും പെട്ടെന്ന് റോണിയെ എഴുന്നേൽപ്പിച്ച് വിടുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ചികിത്സകൾ പക്ഷേ ഫലിക്കണമെങ്കിൽ പേഷ്യൻറ്റിൻ്റെ മനസ്സുകൂടി പരുവപ്പെടണം. ഇപ്പോൾ ആളാകെ തകർന്നിരിക്കുകയാണ്. മനസ്സിനെ ഉണർത്താനും കരുത്തും ആത്മവിശ്വാസവും പ്രതീക്ഷയും നൽകാനും സോനുവിനെ പോലെ ഒരാൾ മനസ്സ് വയ്ക്കണം. ഞാൻ എന്നെക്കൊണ്ടാവുന്നതെല്ലാം ചെയ്യാൻ ഡോക്ടർ, സോനു പറഞ്ഞു. എനിക്കിതേ പറയാനുള്ളൂ. ഇപ്പോൾ സോനു ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നിൽക്ക്, പരിശോധന നടത്തട്ടെ, ഡോക്ടർ പറഞ്ഞു. സോനു അപ്പോൾ തന്നെ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. മാത്തുക്കുട്ടി ചായനും മോഹനും അവിടെ നിൽപ്പുണ്ടായിരുന്നു. സോനു, ഡോക്ടർ സിസ്റ്റർ പരിചയപ്പെട്ടോ? മാത്തുക്കുട്ടി തിരക്കി. പരിചയപ്പെട്ടു. ഈ സിസ്റ്ററാണ് നമുക്കുള്ള ഏറ്റവും വലിയ പ്രതീക്ഷ. മെഡിക്കൽ കോളേജിൽ നിന്ന് റോണിയെ ഇവിടെ കൊണ്ടുവന്നപ്പോൾ രക്ഷപ്പെടുത്താമെന്ന് ആർക്കും പ്രതീക്ഷയില്ലായിരുന്നു. തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുപോയി വീട്ടിൽ കിടത്തി ശുശ്രൂഷിക്കുന്നതാണ് നല്ലതെന്ന് ഒരു അഭിപ്രായമുണ്ടായി. സിസ്റ്റർ പവിത്ര തികഞ്ഞ ഇച്ഛാശക്തിയോടെ റോണിയെ സുഖമാക്കാനും നടത്താനും വേണ്ടി മുന്നോട്ട് വരികയായിരുന്നു, മാത്തുക്കുട്ടി പറഞ്ഞു. എനിക്ക് ചില നിർദ്ദേശങ്ങളോ ഉപദേശങ്ങളോ ഒക്കെ സിസ്റ്റർ തന്നു ചായ, സോനു പറഞ്ഞു. റോണിയുടെ പരിശോധന കഴിഞ്ഞ് സിസ്റ്റർ പവിത്ര വളരെ വേഗം പുറത്തേക്ക് വന്നു. മാത്തുക്കുട്ടി സിസ്റ്ററുടെ അടുത്തേക്ക് നീങ്ങി. സിസ്റ്റർ, അവനെ പരിശോധിച്ചിട്ട് പ്രഷറൊക്കെ നോർമലാണ്. പിന്നെ സ്കാനിങ് റിപ്പോർട്ടും മറ്റു വിവരങ്ങളുമൊക്കെ ഞാൻ അമേരിക്കയിലുള്ള എൻ്റെ പ്രൊഫസർക്ക് മെയിലിൽ സെൻഡ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അത് പഠിച്ചിട്ട് എന്നെ വിളിക്കും, സിസ്റ്റർ പവിത്ര പറഞ്ഞു. ഓപ്പറേഷൻ എന്ന് നടക്കുമെന്ന് ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ, മാത്തുക്കുട്ടി ഭവ്യതയുടെ തിരക്കി. തീയതി തീരുമാനിക്കാറായിട്ടില്ല. എറണാകുളത്തെ ഹോസ്പിറ്റലിലുള്ള ഒരാളുടെ ഓപ്പറേഷന് വേണ്ടിയാണ് ഡോക്ടർ സക്രിയ മാത്യു പ്രധാനമായും വരുന്നത്. അക്കൂട്ടത്തിൽ റോണിയുടെ ഓപ്പറേഷനും നടത്താമെന്ന് എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. പണവും മറ്റു ചുറ്റുപാടുകളുമൊക്കെ ഒന്ന് റെഡിയാക്കാമല്ലോ എന്ന് കരുതി ചോദിച്ചതാണ് ഡോക്ടർ. ഡേറ്റ് ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഉടനെ വിവരം നൽകാം, അങ്ങനെ പറഞ്ഞു ഡോക്ടർ പവിത്ര നടന്നകന്നു. അച്ചായ, ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ ഇനി സോനു ഉത്തരവാദിത്തപൂർവ്വം നോക്കി നടത്തിക്കോളും. നമുക്ക് നാട്ടിലേക്ക് മടങ്ങിപ്പോയാലോ? അത് വേണ്ട മോഹന, സോനു ഇന്ന് വന്നതല്ലേ ഉള്ളൂ. എല്ലാം ഒന്ന് പരിചയപ്പെടട്ടെ. 2 ദിവസം കൂടി നമുക്കിവിടെ കഴിയാം. കാര്യങ്ങൾ നന്നായി പോകുന്നത് കണ്ടിട്ട് മാത്രം മടങ്ങിയാൽ മതി, മാത്തുക്കുട്ടി പറഞ്ഞു. സോനു പെട്ടെന്ന് തന്നെ റൂമിലേക്ക് തിരികെ കയറി. റോണി അവളെ പുഞ്ചിരിയോടെ തിരിഞ്ഞു നോക്കി. സോനു, ഡാഡിയും മോഹൻ ചേട്ടനും ഒക്കെ രണ്ടാളും പുറത്തുണ്ട്. ഓരോ കാര്യങ്ങൾ ആലോചിച്ച് നിൽക്കുക. സോനുവിനെ സിസ്റ്ററിന് ഇഷ്ടമായെന്ന് തോന്നുന്നു, അവൻ പറഞ്ഞു. സിസ്റ്ററിന് ഏറ്റവും ഇഷ്ടം റോണിയെയാ.
എന്തുമാത്രം റോണിക്ക് വേണ്ടി ബുദ്ധിമുട്ടുന്നേ? അമേരിക്കയിൽ നിന്നൊരു വലിയ പ്രൊഫസറെ വിളിച്ചു വരുത്തി ഓപ്പറേഷൻ നടത്തിക്കാന്നൊക്കെ പറഞ്ഞാൽ നിസ്സാരമാണോ? സിസ്റ്റർ പവിത്രയ്ക്ക് എന്നോട് ഇഷ്ടമുണ്ട്. 2 ദിവസം ഞാനിവിടെ അനാഥനെ പോലെ കിടന്നപ്പോൾ പല പ്രാവശ്യം എൻ്റെ അടുത്ത് വന്നു. വരുന്നത് രാവിലെ മുതൽ ഉച്ചവരെ ഓപ്പറേഷൻ തിയേറ്ററിൽ ജോലി ചെയ്തിട്ടും ആണെന്ന് ഓർക്കണം. എത്രയും വേഗം മരിക്കണമെന്ന് ഞാൻ ചിന്തിച്ചു പോയ മണിക്കൂറുകളായിരുന്നു അത്, റോണി വികാരിതനായി പറഞ്ഞു. റോണി, ഇനി എപ്പോഴും ഞാനുണ്ടല്ലോ റോണിയുടെ അടുത്ത്. ഓപ്പറേഷൻ കഴിഞ്ഞ് റോണി എഴുന്നേറ്റ് നടക്കാറായി കഴിഞ്ഞ് മാത്രമേ ഞാൻ പോകൂ. സോനു, ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഉടനെ ചാടി എഴുന്നേറ്റ് നടക്കുമെന്നൊന്നും കരുതല്ലേ. ഓപ്പറേഷൻ്റെ വിജയസാധ്യത വെറും 10% മാത്രമാണെന്ന് ഓർക്കണം. 10% ഞാൻ പ്രാർത്ഥിച്ചു 100% ഒന്നും പേടിക്കണ്ട, സോനു അവനെ ധൈര്യപ്പെടുത്തി. സോനു വലിയ വിശ്വാസിയാണോ? അതെ. പൂർണ്ണമായി ആരോഗ്യത്തിലേക്ക് വന്നില്ലെങ്കിലും പരസഹായം കൂടാതെ ജീവിക്കാനായാൽ മതിയായിരുന്നു. അങ്ങനെ കരുതാതെ റോണി. ഓപ്പറേഷൻ കഴിയുമ്പോൾ റോണി എഴുന്നേറ്റ് നടക്കാറാകും. കുറേ ദിവസം കൊണ്ട് പഴയ രീതിയിലേക്ക് വരും. എൻ്റെ മനസ്സങ്ങനെ പറയുന്നു. റോണി മൃദുവായി പുഞ്ചിരിച്ചു. നിരാശയും വേദനയും പുരണ്ട മന്ദഹാസമായിരുന്നു അത്. സോനു ഇതുവരെ സ്വന്തം കാര്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. വീട്ടിൽ ആരൊക്കെയുണ്ട്? സോനുവിൻ്റെ മുഖം മങ്ങി. അവൾ നിശബ്ദയായിരുന്നു. മനസ്സിലൂടെ തൻ്റെ ജീവിത സാഹചര്യങ്ങളുടെ വിവിധ ചിത്രങ്ങൾ കടന്നുപോയി. വേണ്ട, ഒന്നും ഈ മനുഷ്യനോട് പറയണ്ട. എല്ലാം പറഞ്ഞാൽ തന്നെപ്പറ്റി അവമതിപ്പേ ഉണ്ടാകൂ. എന്താ സോനു മുഖം വാടിയത്? ഒന്നും പറയാത്തതെന്താ? റോണി, കേൾക്കാൻ നല്ലതായിട്ടൊന്നും എൻ്റെ ജീവിതകഥയിലില്ല. ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നുമില്ല. അറിഞ്ഞേ തീരുവെന്നാണെങ്കിൽ നിങ്ങളുടെ ഡ്രൈവർ മോഹനൻ ചേട്ടനോട് ചോദിക്കേ. ആ മനുഷ്യനല്ലേ എന്നെ ഇവിടെ കൊണ്ടാക്കിയത്? അവൾ ഇടർച്ചയോടെ പറഞ്ഞു. സോനുവിന് വിഷമമായി. എനിക്കൊന്നും അറിയണ്ട. മോഹനൻ ചേട്ടനോട് ഞാൻ ചോദിക്കാനും പോകുന്നില്ല. ഞാൻ മുമ്പ് ഒരു സ്വപ്നം കണ്ടിരുന്നു. എന്നെ ശത്രുവിൽ നിന്ന് രക്ഷിക്കാൻ വാളുമായി ഒരു മാലാക സ്വർഗത്തിൽ നിന്ന് പറന്നിറങ്ങുന്നതായിട്ട്. ഇപ്പം അത് സഫലമായിരിക്കുകയാണ്. സോനു മാലാകയാണ്, എൻ്റെ കാവൽ മാലാക. സോനുമല്ലേ ഒരു കൊച്ചു കുഞ്ഞിനെ എന്ന പോലെ റോണിയുടെ നെറുകയിൽ തലോടി. പെട്ടെന്ന് അവളുടെ മൊബൈൽ ഫോൺ ശബ്ദിച്ചു. നോക്കിയപ്പോൾ ഷൈല ചേച്ചിയുടെ നമ്പർ. അവൾ ഫോൺ ഓണാക്കി ചെവിയോട് ചേർത്തുകൊണ്ട് എഴുന്നേറ്റ് പുറത്തേക്കിറങ്ങി. ചേച്ചി, ഇത് ഞാനാ, പറഞ്ഞോ. സോനു സംസാരം തുടങ്ങി. നീ എന്താടി പോയിട്ട് ഇതുവരെ ഒന്ന് വിളിക്കാത്തത്? ഷൈലയുടെ സ്വരത്തിൽ പരിഭവം. മൊബൈലിലെ പൈസ തീർന്നു പോയിരുന്നു ചേച്ചി. കയ്യിലാകെ ഇത്തിരി രൂപയേ ഉള്ളൂ. നീ സ്ഥലത്തെത്തിയോ? ഇന്നലെ രാത്രി എത്തി. ഹോട്ടലിൽ താമസിച്ചു. ഇപ്പോൾ ഹോസ്പിറ്റലില്ല. വയ്യാതെ കിടക്കുന്ന റോണിയും ഇച്ചായനുമൊക്കെ നല്ലവരാണെന്ന് തോന്നുന്നു. ആരെയും അങ്ങ് കണ്ണടച്ച് വിശ്വസിക്കണ്ട. എപ്പോഴും അവനവൻ്റെ കാര്യം നോക്കി നിന്നോണം. ശ്രദ്ധിച്ചോളാം ചേച്ചി. അനുമോളും ഇനുമോളും ഒക്കെ സുഖമായിരിക്കുന്നോ? ചേട്ടൻ്റെ കാര്യം ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. പിള്ളേർക്ക് രണ്ടിനും നീ പോയത് വലിയ വിഷമമായി. അതുകൊണ്ട് കാര്യമില്ല, നീയല്ലായിരുന്നോ നോക്കുന്നേ? സ്കൂളിലെ പാട്ട് മത്സരത്തിന് അവർ കയറിയേയില്ല. ഭക്ഷണം കഴിക്കാനും ആകെ മടിയാ. ഞാൻ മിക്കവാറും അധികം താമസിയാതെ അങ്ങോട്ട് വരും. ഇവിടെ റോണിക്ക് ഒരു ഓപ്പറേഷൻ ഉടനെ ഉണ്ടാകും. അത് കഴിയുമ്പം ആൾ എഴുന്നേൽക്കും. പിന്നെ വീട്ടിലേക്ക് മടങ്ങും. അതോടെ ഇവിടെ എൻ്റെ ജോലി തീരും. നീ നാട്ടിലേക്ക് തിരിച്ചു വന്ന് വെയിൽ കൊണ്ടും മഴ നനഞ്ഞും തൊഴിലുറപ്പിനെ പണിതാൻ എന്നാ കിട്ടാനാടി? ഒന്നുമല്ലെങ്കിലും നീ ഇത്രയും പഠിച്ചതല്ലേ. എവിടെയെങ്കിലും ഒരു കണക്കെഴുത്ത് ജോലിയെങ്കിലും മേടിച്ച് തരാൻ അവരോട് പറയണം. ഞാനിങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ ചേച്ചി. നമ്മുടെ വിവരമൊക്കെ മോഹനൻ ചേട്ടൻ അറിയാമല്ലോ. ആവശ്യം മോഹനൻ ചേട്ടനല്ലല്ലോ. ആ അച്ചായനോട് ഒന്ന് ചോദിച്ചാലെന്താ? ഇവിടെ ഇന്നലെ 1-2 പേര് നമ്മുടെ സ്ഥലവും വീടും നോക്കാൻ വന്നു. വില കൊണ്ട് ചേർന്നില്ല. നിന്റെ ചേട്ടനും ഇപ്പം ഈ നാട്ടിൽ നിന്ന് പോയേക്കാമെന്ന് ആയിട്ടുണ്ട്. ഒത്തുവന്നാൽ ഞങ്ങളിത് വിൽക്കും കേട്ടോ. സോനുവിൻ്റെ നെഞ്ചിൽ ചേച്ചിയുടെ വാക്കുകൾ അഗ്നിഗോളമായി. താൻ മടങ്ങി ചെല്ലുമ്പോഴേക്കും ചേച്ചിയും ചേട്ടനും കൂടി വീട് വിറ്റ് പോയാൽ പിന്നെ എന്തു ചെയ്യും? എവിടെ പോകും? ചേച്ചി, സ്ഥലം വിറ്റാൽ പിന്നെ എവിടെ ചെന്നാലും ഇതുപോലെ ഇത്തിരി വാങ്ങിക്കാൻ പറ്റുമോ? സ്ഥലത്തിനൊക്കെ തീ വിലയല്ലേ. അതിനാരടി വസ്തുവും വീടും വാങ്ങിക്കാൻ പോണേ? എൻ്റെ കൊല്ലത്തെ ചേച്ചിയാണെങ്കിൽ കെട്ടിയവനും ആകെ ഒരു പെൺകൊച്ചുള്ളതുമായിട്ട് തനിയെ കഴിയുക. നമ്മളിത് വിറ്റേച്ച് അങ്ങോട്ട് ചെല്ലാനെന്നും പറഞ്ഞു വിളിക്കുന്നുണ്ട്. നമ്മൾക്ക് എന്തായാലും ഗതി പിടിക്കണേൽ ഈ നശിച്ച നാട് വിട്ടു പോകണം. ഇഷ്ടംപോലെയൊക്കെ ചെയ്യേ. ഞാൻ ചേട്ടനെ പിള്ളേരെ അന്വേഷിച്ചായി പറയാം എങ്കിൽ വെച്ചേക്കാം. ഷൈല ഫോൺ കട്ടാക്കി. സോനു ചിന്താധീനയായി ഏതാനും നിമിഷം പുറത്തു നിന്നു. പിന്നെ മുറിയിൽ കയറി. അവളുടെ മുഖം പെട്ടെന്ന് മങ്ങിയതുപോലെ റോണിക്ക് തോന്നി. ആരായിരുന്നു സോനു വിളിച്ചത്? റോണി തിരക്കി. ചേച്ചിയാ. ഞാൻ എപ്പോഴെത്തിയെന്നൊക്കെ അറിയാൻ വിളിച്ചതാ. പെട്ടെന്ന് മുഖത്തൊരു സങ്കടമുണ്ടായതുപോലെ. അത് അനുവിൻ്റെ വിനുവിൻ്റെ കാര്യമോർത്താ. ചേട്ടൻ്റെ മക്കളാ രണ്ടും. 3-ലും 1-ലും പഠിക്കുന്നു. അവർക്ക് അമ്മയേക്കാൾ ഇഷ്ടം എന്നെയാ. പോന്നത് വലിയ സങ്കടമായി. ഒന്നും കഴിക്കുന്നില്ലെന്നൊക്കെ ചേച്ചി പറഞ്ഞു. കേട്ടപ്പോൾ സങ്കടം വന്നു. പ്രധാന കാര്യം റോണിയിൽ നിന്ന് മറച്ചു വെച്ചുകൊണ്ട് സോനു പറഞ്ഞു. അവൾ പറഞ്ഞത് പൂർണ്ണമായി സത്യമല്ലെന്ന് തോന്നിയെങ്കിലും കൂടുതൽ കിള്ളിക്കിഴിഞ്ഞ് ചോദിക്കാൻ റോണി തയ്യാറായില്ല. സോനു, വീഴ്ചയാകും മുമ്പ് വരെ ഒത്തിരി പേരെ ഫോണിൽ വിളിക്കുകയും ധാരാളം കോൾ വരികയും ചെയ്തിരുന്ന ആളെ എൻ്റെ മൊബൈലും ഫോൺ നമ്പറുകളും നഷ്ടപ്പെട്ടു. ഇവിടെ ഉള്ളത് മമ്മിയുടെ ഫോണാണ്. അതിൽ കോളുകൾ തീരെ കുറഞ്ഞിരിക്കുന്നു. റോണി, ഞാനൊരു കാര്യം ചോദിച്ചാൽ വിഷമമാകുമോ?
ഇല്ല, സോനു എന്തോ ചോദിച്ചോളൂ. കല്യാണം നിശ്ചയിച്ചുറപ്പിച്ച റിൻസിയുമായി റോണി സ്നേഹത്തിലായിരുന്നോ? വളരെ നോർമലായ ഒരു കല്യാണാലോചന ആയിരുന്നു അത്. ചെന്ന് കണ്ടപ്പോൾ ഇഷ്ടം തോന്നി. എനിക്ക് അവളോടും അവൾക്ക് എന്നോടും. വിവാഹം ചെയ്യണമെന്ന് അപ്പോൾ തന്നെ തീരുമാനിച്ചു. മനസ്സിനിണങ്ങിയ ഒരു പെണ്ണിനെ കണ്ടെത്താൻ കഴിഞ്ഞ 3 വർഷമായി തേടുകയായിരുന്നു ഞാൻ. റിൻസിയെ കണ്ടെത്തിയതോടെ ഒത്തിരി സന്തോഷിച്ചു. കല്യാണം ഉറപ്പിച്ചു. ബിട്രോത്തലും നിശ്ചയിച്ചു. ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളെ അതിന് ക്ഷണിക്കാൻ പോയി മടങ്ങുമ്പോഴാണ് ആക്സിഡൻ്റ് ഉണ്ടായത്. റിൻസി ഇതുവരെ റോണിയെ കാണാനൊന്നും വന്നില്ലേ? ഇല്ല, ഒന്ന് വിളിച്ചു പോലുമില്ല. അവളും വീട്ടുകാരും എന്നെ മറന്നു. ഞാനുമായി ഒരു കല്യാണാലോചന ഉണ്ടായെന്ന് ചിന്തിക്കാൻ പോലും അവർ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല ഇപ്പോൾ. വീട്ടുകാർ സമ്മതിക്കാഞ്ഞിട്ടായിരിക്കും റോണി അവൾ വരാത്തതും വിളിക്കാത്തതും, സോനു പറഞ്ഞു. അങ്ങനെയും ആകാം. കുറേ ദിവസങ്ങളായി ഇവിടെ ഇങ്ങനെ കിടക്കുന്ന ഞാൻ നിങ്ങൾക്കൊന്നും അറിയാത്ത ചില സത്യങ്ങൾ കണ്ടെത്തി. മനുഷ്യന് പറ്റിയ പര്യായ പദം സ്വാർത്ഥതയാണ്. ഓരോരുത്തരും അപരനെ കാണുന്നത് തനിക്ക് ഭക്ഷിക്കാനുള്ള ഇരകളായിട്ടാണ്. സോനു ഒരു നിമിഷം മൗനിയായി. പിന്നെ അവനെ നോക്കി മൃദുവായി പുഞ്ചിരിച്ചു. റോണി പറഞ്ഞത് ശരിയാ. ഞാനും ഒരു സ്വാർത്ഥ തന്നെ. പ്രതിഫലം കൊതിച്ച് റോണിക്ക് കൂട്ടിരിക്കാൻ വന്ന ഒരുത്തി. പക്ഷെ റോണി, പാവങ്ങൾക്ക് ജീവിക്കാൻ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. നിസ്സഹായനായി കിടക്കുന്ന ഒരാളെ ഇത്തിരി സഹായിക്കുന്നതിന് പ്രതിഫലം വാങ്ങരുതാത്തതാണ് എനിക്കറിയാം. ഞാനിത് പറഞ്ഞത് സോനുവിനെ ഉദ്ദേശിച്ചല്ല. എൻ്റെ അനുഭവങ്ങളിൽ ചിലത് കേട്ടാൽ സോനു നടുങ്ങും. മറ്റൊരാൾക്കും ഇങ്ങനെയൊന്നും ഉണ്ടാവരുതേ എന്ന് പ്രാർത്ഥിക്കും. സ്വന്തം സഹോദരനിൽ നിന്നാണ് ഞാൻ അനുഭവിച്ചത്. കൂടുതലൊന്നും ചോദിക്കരുത്. നെഞ്ചുരുകിയാണ് അവൻ പറഞ്ഞത്. സോനു എന്തോ പറയാൻ ഭാവിച്ചപ്പോൾ മാത്തുക്കുട്ടിയും മോഹനും റൂമിലേക്ക് കയറി വന്നു. സോനു അവരെ കണ്ട് എഴുന്നേറ്റ് പുഞ്ചിരിച്ചു. പിന്നെ അരികിലേക്ക് മാറി നിൽക്കുകയും ചെയ്തു. മോനെ റോണി, സോനുമായി പരിചയപ്പെട്ടോ? മാത്തുക്കുട്ടി തിരക്കി. ഞങ്ങൾ ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ചു പപ്പ, റോണി സന്തോഷത്തോടെ പറഞ്ഞു. സോനു എന്ത് പറയുന്നു? മാത്തുക്കുട്ടി അവളെ നോക്കി. ഞാൻ റോണിക്ക് ഇവിടെ കൂട്ടിരുന്നോളാം അച്ചായ. കൊള്ളാം, സന്തോഷമായി. നീ വലിയ ജോലികളൊന്നും ഇവിടെ ചെയ്യണ്ട. എന്തെങ്കിലുമൊക്കെ മിണ്ടിപ്പറഞ്ഞ് ഒരു പെങ്ങളെപ്പോലെ റോണിയുടെ അടുത്തിരുന്നാൽ മതി. ഒരാവശ്യമുണ്ടായാലുടനെ ഡ്യൂട്ടി റൂമിൽ ചെന്ന് വിവരം അറിയിക്കുകയും വേണം. ഞാൻ അതൊക്കെ ചെയ്തോളാം. അച്ചായൻ ഇന്ന് നാട്ടിലേക്ക് പോവുകയാണോ? അല്ല, 2 ദിവസം കഴിഞ്ഞേ ഉള്ളൂ. അടുത്ത ആഴ്ച എറണാകുളം ലിസി ഹോസ്പിറ്റലിൽ ഒരു ചെക്കപ്പ് ഉണ്ട്. അതിനുവേണ്ടി പോകേണ്ടി വരും. മോഹനൻ ഇപ്പോൾ തന്നെ നാട്ടിലേക്ക് പോവുക. സോനു, നിൻ്റെ വീട്ടിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ? മോഹനൻ ചോദിച്ചു. ഇല്ല, കുറച്ചു മുമ്പ് ചേച്ചി മൊബൈലിൽ വിളിച്ചു. അവിടെ വിശേഷമൊന്നുമില്ല ചേട്ടാ, സോനു പറഞ്ഞു. മോഹനൻ റോണിയുടെ ബെഡിനടുത്തേക്ക് നീങ്ങി. റോണി മോനെ, ഞാൻ നാട്ടിലേക്ക് പോവുക. 2-3 ദിവസം കഴിഞ്ഞു വരാം, റോണിയുടെ കയ്യിൽ തൊട്ടുകൊണ്ട് അയാൾ പറഞ്ഞു. മമ്മിയെ ഞാൻ അന്വേഷിച്ചെന്ന് മോഹനൻ ചേട്ടൻ പറയണം, റോണി സൂചിപ്പിച്ചു. പറയാം. മോഹനൻ അപ്പോൾ തന്നെ മുറി വിട്ടിറങ്ങി. അപ്രതീക്ഷിതമായി ഉച്ചനേരത്ത് ടോണി മാവുങ്കൽ വീട്ടിലെത്തി. മുൻവശത്തൊന്നും ആരെയും കണ്ടില്ല. അവൻ സിറ്റൗട്ടിൽ കയറി കോളിംഗ് ബെൽ അടിച്ചു. പെട്ടെന്ന് പ്രതികരണമുണ്ടായില്ല. ആൾ താമസമില്ലാത്ത ഒരു കൊട്ടാരം പോലെ തോന്നിച്ചു. അവൻ ഒരിക്കൽ കൂടി സ്വിച്ച് അമർത്തി. അപ്പോൾ അകത്തു നിന്ന് കാൽ പെരുമാറ്റമുണ്ടായി. ഷേർലിയാണ് വന്ന് വാതിൽ തുറന്നത്. മമ്മി കിടക്കുകയായിരുന്നോ? ടോണി തിരക്കി. അല്ല, ഞാൻ സെർവൻസിൻ്റെ കൂടെ അടുക്കളയിലായിരുന്നു. നീ കയറി വാ അകത്തേക്ക്. ഷേർലി മകനെ അകത്തെ മുറിയിൽ സ്വീകരിച്ചിരുത്തി. നീ പോന്നപ്പം ആ പെണ്ണിനെ കൂടെ ഒന്ന് കൊണ്ടുവരാൻ പാടില്ലായിരുന്നോടാ? അവൾ ഇവിടെ വന്നിട്ട് എത്ര നാളായി? അത് മമ്മി, ആളുകളുടെ ഈ ചോദ്യം പറച്ചിലും കാരണം അവൾക്ക് എങ്ങോട്ടും പോകണമെന്നില്ല. കാറിൽ കയറി ഇവിടെ വരെ വന്നാൽ ആര് ചോദിക്കാനടാ? മമ്മിക്കത് പറഞ്ഞാൽ മനസ്സിലാകുകയല്ല. എങ്ങോട്ടിറങ്ങിയാലും നെഞ്ച് തകർന്നേ തിരിച്ച് വീട്ടിൽ കയറാറുള്ളൂ. ഇതിനൊരു പരിഹാരം ഉണ്ടാകുകയല്ലോ ഒരിക്കലും. ഞാൻ എന്ത് പറയാനാ? ചികിത്സകൾ തുടങ്ങിയിട്ട് വർഷം എത്രയായി? ഇപ്പം വന്നത് മറ്റൊരു പ്രധാന കാര്യം മമ്മിയോട് സൂചിപ്പിക്കാനാ. പറയും മോനെ, പപ്പ നാട്ടിൽ നിന്ന് ഒരു പെണ്ണിനെ ആശുപത്രിയിൽ കൂട്ടു നിർത്താൻ വെല്ലൂരിൽ എത്തിച്ചിട്ടുണ്ടെന്ന് കേട്ടല്ലോ. അത് ഡ്രൈവർ മോഹനൻ്റെ അടുത്തെങ്ങാണ്ടുള്ളതാ. പകലും രാത്രിയിലും അവൻ്റെ അടുത്ത് ആരെങ്കിലും വേണമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. അതിന് പെണ്ണ് തന്നെ വേണമെന്ന് ആർക്കായിരുന്നു ഇത്ര നിർബന്ധം? എങ്ങാണ്ട് കിടന്ന ഒരു പിഴപ്പെട്ട പെണ്ണിനെ ഇറക്കി നമ്മുടെ സ്വത്ത് മുഴുവൻ അടിച്ചു മാറ്റാനാണ് ആ മോഹനൻ്റെ ശ്രമം. അവളുടെ കുടുംബത്ത് നടക്കുന്ന കാര്യം എന്തെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ ഒരു ദിവസം നിർത്തില്ലായിരുന്നു ആശുപത്രിയിൽ, ടോണി പറഞ്ഞു. നീ എന്തായി പറയുന്നേ? അവൾ എങ്ങനെ സ്വത്തടിച്ചു മാറ്റുമെന്നാ? ഇതൊരു അവസരമാക്കി അവൾ നമ്മുടെ വീട്ടിൽ കയറിക്കൂടും. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പപ്പയും മകനും ഇപ്പോഴേ അവളുടെ അടിമയായി കഴിഞ്ഞു. കുടുംബം നിരപ്പാക്കാതെ അവൾ ഇറങ്ങിപ്പോകുകയല്ല. മമ്മി കണ്ടോ? ഷേർലി അത് കേട്ട് അന്താളിച്ചു. വന്നിരിക്കുന്നത് ഒരു നല്ല കുട്ടിയാണെന്ന് ഇച്ചായൻ എന്നെ വിളിച്ച് പറഞ്ഞത്. മമ്മി, നല്ല കുട്ടിയായതുകൊണ്ടായിരിക്കും ഹോട്ടലിൽ അവളെ കൂടി താമസിപ്പിക്കാമെന്ന് വെച്ചത്. വിവരങ്ങളൊക്കെ എനിക്ക് കൃത്യമായി കിട്ടി. പപ്പ റൂം എടുത്തിരിക്കുന്ന ഹോട്ടൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റേതാ. ഈശോയെ, ഞാൻ എന്താണ് ഈ കേൾക്കുന്നത്? ഷേർലി നെഞ്ചിൽ കൈവച്ചു മിഴി തുറച്ചിരുന്നു. ചായയും പലഹാരവും കഴിച്ച് മമ്മിയോടൊപ്പം അരമണിക്കൂർ ചെലവിട്ടിട്ടാണ് ടോണി മടങ്ങിയത്. മകൻ്റെ പുതിയ വെളിപ്പെടുത്തലുകൾ ഷേർലിയുടെ മനസ്സാകെ കലുഷിതമാക്കി. ഭർത്താവിനെപ്പറ്റി ഇതുവരെ ഇങ്ങനെയൊന്നും ചിന്തിക്കേണ്ടി വന്നിട്ടില്ല. സാഹചര്യമാണ് മനുഷ്യനെ പലപ്പോഴും നശിപ്പിക്കുന്നത്.
ഡ്രൈവർ മോഹനൻ ഒരു വിഷപ്പാമ്പായിരിക്കുന്നു. മാന്യനും നല്ലവനുമായ മാത്തുക്കുട്ടിയെ വഴിതെറ്റിക്കാനും സ്വത്തുക്കൾ കൈക്കലാക്കാനുമുള്ള പരിശ്രമം മുളയിലേ നുള്ളിയേ പറ്റൂ. ഷേർലി മാത്തുക്കുട്ടിയുടെ മൊബൈൽ നമ്പർ ഡയൽ ചെയ്തു. എൻഗേജ്ഡാണ്. വീണ്ടും വീണ്ടും ശ്രമിച്ചപ്പോഴും നമ്പർ ബിസി. ഷേർലി അരിശത്തോടെ മൊബൈൽ മേശപ്പുറത്തേക്കിട്ടു. അപ്പോൾ അത് ശബ്ദിച്ചു. പെട്ടെന്നെടുത്ത് ഓണാക്കി. മാത്തുക്കുട്ടിയാണ്. ഹലോ ഷേർലി, എന്താ വിളിച്ചേ? കുറേ നേരമായിട്ട് ആരെയെ വിളിച്ചുകൊണ്ടിരുന്നേ? അത് മോഹനെയായിരുന്നു. അവൻ നാട്ടിലേക്ക് പോന്നിട്ടുണ്ട്. അവൻ കൊണ്ടുവന്ന പെണ്ണെവിടെയാ? ഹോട്ടലിലോ ഹോസ്പിറ്റലിലോ? ഞാനും അവളും ഇവിടെ റോണിയുടെ അടുത്ത് തന്നെയുണ്ട് ഷേർലി. അവൾ പെട്ടെന്ന് പൊരുത്തപ്പെട്ടു. മിടുക്കിയ, കാഴ്ചയ്ക്കും പ്രവൃത്തിയിലും. റോണിക്ക് അവളെ വളരെ ഇഷ്ടമായി. ഡോക്ടർ സിസ്റ്റർ പവിത്രയ്ക്കും സോനുവിന് വലിയ കാര്യമാണ്. കൊള്ളാം, കണ്ടുപിടിച്ച സാധനം. അവളെ എവിടെ നിന്നുള്ളവളാണെന്നും കുടുംബത്തിൽ ഏർപ്പാട് എന്താണെന്നും വല്ലതും ഇച്ഛായം തിരക്കിയോ? എല്ലാവരെയും കണ്ണു മടച്ചങ്ങ് വിശ്വസിക്കും. എൻ്റെ ഷേർലി, നീ എന്താണ് ഈ പറയുന്നത്? ആരോ നിന്നെ വല്ലാതെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു. നമ്മുടെ റോണിമോൻ ഇപ്പോൾ വലിയ മാറ്റമാണ് വന്നിരിക്കുന്നത്. സോനു അവനെ ഒരാങ്ങളെ പോലെ പരിചരിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. ഇവിടെ വന്ന് നീ ആ കുട്ടിയൊന്ന് കണ്ടാൽ ഇങ്ങനെയൊന്നും പറയില്ല. മതി പുകഴ്ത്തിയത് കേട്ടിട്ട് അറയ്ക്കുന്നു. എനിക്കൊന്നേ പറയാനുള്ളൂ. ഒരു നിമിഷം മുമ്പേ ആ സാധനത്തെ പറഞ്ഞു വിടണം. വേറൊരു ഹോം നേഴ്സിനെ ഞാൻ കണ്ടുപിടിച്ച് തരാം. വേണ്ട, നീ ആരെയും അന്വേഷിക്കണ്ട. ഈ കുട്ടിയെ പറഞ്ഞുവിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നിർത്തുക. മാത്തുക്കുട്ടി ഗൗരവത്തിൽ പറഞ്ഞു നിർത്തി. വെല്ലൂരിൽ നിന്ന് നാട്ടിലെത്തിയ മോഹനൻ വൈകുന്നേരം 5 മണിയോടെ സോനുവിൻ്റെ വീട്ടിലേക്ക് കയറി ചെന്നു. സ്കൂൾ വിട്ടു വന്ന അനുവും വിനുവും ഉമ്മറത്തിണ്ണയിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. സ്കൂൾ ബാഗുകളും അവർക്കരികിലുണ്ട്. വീട് അടഞ്ഞു കിടക്കുന്നു. മോഹനൻ അമ്പരപ്പോടെ കുഞ്ഞുങ്ങളുടെ അടുത്തെത്തി. എന്തു പറ്റി മക്കളെ? അയാൾ കുനിഞ്ഞു നിന്ന് ചോദിച്ചു. ഞങ്ങളുടെ മമ്മിയെയും വേറൊരു ചേട്ടനെയും കൂടി പോലീസുകാർ പിടിച്ചുകൊണ്ട് പോയി. പെൺകുഞ്ഞുങ്ങൾ 2 പേരും കൂടി പറഞ്ഞു. എപ്പോഴ്? കുറേ നേരമായി. ഞങ്ങൾ സ്കൂളിൽ വിട്ട് വന്നപ്പം ഇവിടെ ഒത്തിരി ആളുകളുണ്ടായിരുന്നു. അവരെ പറഞ്ഞ് മമ്മീനെ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോയെന്ന് അനു പറഞ്ഞു. നിങ്ങളുടെ പപ്പ എന്തിയേ, വന്നില്ലേ? പപ്പ എവിടെയെന്ന് അറിയത്തില്ല. രാത്രിയേ വരത്തുള്ളൂ. അനു കുഞ്ഞു കവളിലൂടെ ഒലിച്ചിറങ്ങിയ കണ്ണുനീർ തുളച്ചുകൊണ്ട് പറഞ്ഞു. അവിടെ നടന്ന കാര്യങ്ങൾ മോഹനെ ഏതാണ്ട് ഊഹിക്കാൻ കഴിഞ്ഞു. നാട്ടിലെ സദാചാരക്കാർ ഷൈലയെ ഒറ്റുകൊടുത്തിരിക്കും. കുറേ നാളുകളായി നാട്ടിൽ കുറേ പേർ അവൾക്കെതിരെ യുദ്ധമായിരുന്നു. അതിൽ മനമെടുത്താണ് വീടും സ്ഥലവും വിറ്റു കൊല്ലത്തിന് പോകാൻ ഒരുങ്ങുന്നതും. പാവം കുട്ടികൾ. അവർക്കൊന്നും മനസ്സിലാകുന്നില്ല. അവരെ സഹായിക്കണം. കൂട്ടിക്കൊണ്ടു പോകാനും ഒരാളുമില്ല. മോഹന് അവരോട് അലിവ് തോന്നി. മക്കളെ, നിങ്ങൾക്ക് വിശക്കുന്നില്ലേ? അയാൾ കുഞ്ഞുങ്ങളുടെ തലയിൽ കൈവച്ചുകൊണ്ട് തിരക്കി. വിശക്കുന്നുണ്ട്. വാതിൽ തുറക്കാൻ മേല. അമ്മ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും, വിനു വിഷമത്തോടെ പറഞ്ഞു. മക്കളെ, നിങ്ങൾ എഴുന്നേറ്റേ. എൻ്റെ കൂടെ വാ. നമുക്ക് കടയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ചു കഴിക്കാം. മമ്മിയെ അന്വേഷിക്കുകയും ചെയ്യാം, മോഹനൻ പറഞ്ഞു. കുട്ടികൾ ഒട്ടും മടിച്ചില്ല. 2 പേരും എഴുന്നേറ്റു. മോഹനൻ അവരെയും കൂട്ടിച്ചെന്നു. കാറിൽ കയറി. അയാൾ സിറ്റിയിലേക്കാണ് കാർ വിട്ടത്. നഗരത്തിലെ ഒരിടത്തരം ഹോട്ടലിന് മുന്നിൽ കാർ നിർത്തി. കുട്ടികൾക്കൊപ്പം ഹോട്ടലിൽ കയറി അവർക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ വയറു നിറയെ വാങ്ങിക്കൊടുത്തു. അവിടെ നിന്ന് നേരെ പോലീസ് സ്റ്റേഷനിലേക്കാണ് മോഹനൻ കാർ ഓടിച്ചത്. സ്റ്റേഷൻ്റെ സമീപത്ത് റോഡരികിൽ വാഹനം നിർത്തി. ചോക്ലേറ്റ് നുണഞ്ഞുകൊണ്ട് തൻ്റെ അരികിലിരിക്കുന്ന അനുവിനെയും വിനുവിനെയും അയാൾ നോക്കി. മക്കൾ രണ്ടും ഇതിനകത്തിരുന്നോണം. ഒട്ടും പേടിക്കണ്ട. അങ്കിൾ ചെന്ന് മമ്മിയെ കൂട്ടിക്കൊണ്ടുവരാം, മോഹനൻ പറഞ്ഞു. കുട്ടികൾ സമ്മതഭാവത്തിൽ തലയാട്ടി. വേഗം പുറത്തിറങ്ങിയ മോഹനൻ സ്റ്റേഷനിലേക്ക് കയറി ചെന്നു. പരിചയക്കാരനായ ASI സുരേഷിനെയാണ് ആദ്യം കണ്ടത്. വിവരം പറഞ്ഞു. ചേട്ടൻ ധൈര്യമായിട്ട് SI അദ്ദേഹത്തെ കണ്ടോളൂ. ആളെ വിട്ടുതരും, ASI സുരേഷ് പറഞ്ഞു. നേരിയ ഭയത്തോടെയാണ് മോഹനൻ ഹാഫ് ഡോർ തുറന്ന് SIയുടെ മുറിയിലേക്ക് കയറിയത്. ഷൈലയെ ജാമ്യത്തിലിറക്കാൻ വന്നതാണെന്ന വിവരം ഒരു വിധത്തിൽ പറഞ്ഞൊപ്പിച്ചു. SI സനൽകുമാർ മോഹനെ അടിമുടി നിരീക്ഷിച്ചു. നീയും ഇവളുടെ ഇടപാടുകാരനാണോടാ? SI കനത്തിൽ ചോദിച്ചു. അല്ല സാർ, മോഹനൻ വിറയലോടെ പറഞ്ഞു. പിന്നെ ഓടിക്കിതച്ചെത്തിയത്? ഞാൻ അയൽക്കാരനാ സാർ. ഒരു വിവരം പറയാൻ ആ വീട്ടിൽ ചെന്നപ്പോഴാണ് വിവരങ്ങൾ അറിഞ്ഞത്. ആ വീട്ടിലിപ്പോൾ 8ഉം 6ഉം വയസ്സുള്ള 2 കൊച്ചു പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ. അതുങ്ങളെ ഓർത്ത് ദയവായി സാറ് ശൈലജയെ എൻ്റെ ജാമ്യത്തിൽ വിടണം. എന്താടാ പറഞ്ഞേ? വിടണമെന്ന് പറയാൻ നീ ആരാ? ആഭ്യന്തരമന്ത്രിയാണോ? SI പൊട്ടിത്തെറിച്ചു. മോഹനൻ വല്ലാതെ പരിങ്ങി. എടാ, ഇത്തരം ചീത്ത കേസുകൾ പിടിക്കുന്നത് എനിക്കൊരു രസത്തിനൊന്നുമല്ല. നാട്ടിലെ കുറേ സദാചാരക്കാർ ഇവളെയും മറ്റവനെയും വളഞ്ഞു വെച്ചിട്ട് സ്റ്റേഷനിലേക്ക് ഫോൺ ചെന്നു. അവിടെ കൂടിയ ആളിനേക്കാൾ കൂടുതലുണ്ട് ചാനലുകാർ. 4 ദിവസമായ ശവത്തെ പൊതിയുന്ന കഴുകൻ്റെ സ്വഭാവമാണ് അവന്മാർക്ക്. 2നെയും പിടിച്ചുകൊണ്ട് പോന്നു. സ്റ്റേഷനിലെത്തുന്നതിന് മുമ്പേ കൂടെയുണ്ടായിരുന്ന രാഷ്ട്രീയക്കാരനെ വിടണമെന്ന് മുകളിൽ നിന്ന് വിളി വന്നു. കേസ് പോലും ചാർജ് ചെയ്ത് വിടേണ്ടി വന്നു. ഇവളുടെ കാര്യത്തിൽ ഒരുത്തരും ഇതുവരെ വന്നില്ല. ഏതായാലും താൻ ഇങ്ങനെയൊരു നല്ല അയൽക്കാരനുണ്ടായല്ലോ, അങ്ങനെ പറഞ്ഞ് SI ഒരു പുച്ഛച്ചിരി ചിരിച്ചു. പിന്നെ ജാമ്യ കടലാസ് പൂരിപ്പിക്കാനും ഒപ്പിടാനും മറ്റുമായി മോഹനെ റൈറ്ററുടെ അരികിലേക്ക് പറഞ്ഞു വിട്ടു. അരമണിക്കൂർ കൊണ്ട് എഴുത്തുകുത്തുകൾ തീർന്നു. ഷൈലയെ ലോക്കപ്പ് മുറിയിൽ നിന്നും SIയുടെ മുമ്പിലെത്തിച്ചു. SI സനൽകുമാർ അവളെ ഒരു നിഷ്കൃഷ്ട ജീവിയെന്ന പോലെ നോക്കി. എന്താടി തലകുഞ്ചി നിൽക്കുന്നേ? നാണമൊക്കെ ഉണ്ടോ നിനക്ക്?
ശൈലജ ഒന്നും മിണ്ടിയില്ല. തന്നെ എസ് ഐയുടെ മുമ്പിൽ ഹാജരാക്കിയത് എന്തിനാണെന്നും ഏതാണ്ട് സംഭവിക്കാൻ പോകുന്നത് എന്തെന്നും അവൾക്കറിയില്ലായിരുന്നു. നേരെ നോക്കണേ, അതൊരു ഗർജനമായിരുന്നു. ശൈല ഭയപ്പെട്ട് തലയുയർത്തി. എടി, മേലാൽ എനിക്കിത് പോലൊരു പണിയുണ്ടാക്കരുത്. തൽക്കാലം വിടുക നിന്നെ. മര്യാദയ്ക്ക് ജീവിച്ചോണം. ഏതോ ഒരയൽക്കാരൻ നിന്നെ ജാമ്യത്തിൽ ഇറക്കാൻ വന്നിട്ടുണ്ട്. മറ്റവനെ വിടാൻ വിളിച്ചു പറഞ്ഞത് മന്ത്രിയാ. നിന്നെ തിരിഞ്ഞു നോക്കാതെ അവൻ എന്നെ എടുത്താളാമെന്ന ഭാവത്തിൽ ഇറങ്ങിപ്പോയി. മനസ്സിലാക്ക്. തന്നെ ഇറക്കാൻ ഒരയൽവാസി, അതാരായിരിക്കും? ശൈലയ്ക്ക് ഒരു പിടിയും കിട്ടിയില്ല. ശൈലയുടെ മനസ്സിലൂടെ പല മുഖങ്ങൾ കടന്നുപോയി. ഹേ, പൊടി ഇറങ്ങി, എസ് ഐ ഉച്ചത്തിൽ പറഞ്ഞു. ശൈല തിടുക്കത്തിൽ അദ്ദേഹത്തിൻ്റെ മുറിയിൽ നിന്നിറങ്ങി. പുറത്തു വന്നപ്പോൾ മോഹനൻ അവളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ശൈല അതിശയിച്ചു. വെല്ലൂർക്ക് പോയ ഈ മനുഷ്യനെങ്ങനെ ഇവിടെ എത്തി? തൻ്റെ കാര്യമെങ്ങനെ അറിഞ്ഞു? അവർ ഏതാനും നിമിഷം വിരുദ്ധ ഭാവങ്ങളോടെ പരസ്പരം നോക്കി നിന്നു. ശൈലേ, വാ, വന്ന് കാറിൽ കയറ്, വീട്ടിൽ പോകാം, മോഹനൻ പറഞ്ഞു. അവൾ അയാളെ അനുഗമിച്ചു. മോഹനൻ ചേട്ടാ, എൻ്റെ മക്കൾ വീട്ടിൽ തനിയെ. ശൈല വിങ്ങിപ്പൊട്ടി. അതോർത്ത് നീ വിഷമിക്കേണ്ട. കാറിൽ ഇരിപ്പുണ്ട് രണ്ടുപേരും. ഞാൻ അവർക്ക് ഭക്ഷണവും വാങ്ങിക്കൊടുത്തു, മോഹനൻ പറഞ്ഞു. ശൈലയുടെ ഹൃദയം അയാളോടുള്ള നന്ദിയും കടപ്പാടും കൊണ്ട് നിറഞ്ഞു. പാപിനിയായ തന്നെ രക്ഷിക്കാൻ അവതരിച്ച ദേവദൂതനാണ് അയാളെന്ന് തോന്നി. മോഹനോട് പറയാനായി ഒരു വാക്കും അതിരങ്ങളിലെത്തിയില്ല. കാറിനടുത്തെത്തിയ ശൈലയ്ക്ക് മോഹനൻ്റെ കാറിൽ ഡോർ തുറന്നു കൊടുത്തു. മക്കൾ രണ്ടും മമ്മിയെ ഗാഢമായി കെട്ടിപ്പിടിച്ചു. മോഹനൻ കാർ മുമ്പോട്ടെടുത്തു. മമ്മി, മമ്മി, പോലീസ് മമ്മിയെ അടിക്കുകയൊക്കെ ചെയ്തോ? അനു സങ്കടത്തോടെ തിരക്കി. ഇല്ല മോളെ, മമ്മിയെ അവരൊന്നും ചെയ്തില്ല, ശൈല മകളുടെ നെറുകയിൽ ഉമ്മവച്ചുകൊണ്ട് പറഞ്ഞു. മമ്മി, കള്ളന്മാരെയല്ലേ പോലീസ് പിടിക്കുന്നേ? വിനുവിന് സംശയം. മിണ്ടാതിരിക്കുക രണ്ടുപേരും. രാത്രിയാകുക. ശൈല കുട്ടികളെ ശാസിച്ച് ശബ്ദമടക്കി. പാവം കുട്ടികൾ, അവരതൊന്നും മനസ്സിലാക്കുന്നില്ല. അതൊരു ഭാഗ്യമാണ്. തങ്ങളുടെ മമ്മി ഏത് തരക്കാരിയാണെന്ന് ഇവർ ഒരിക്കലും അറിയാതിരുന്നെങ്കിലെന്ന് മോഹനൻ ഓർത്തു. അപ്പോൾ നേരം ഇരുട്ടിക്കഴിഞ്ഞിരുന്നു. ശൈലയുടെ വീട് വരെ കാർ എത്തുമായിരുന്നില്ല. മെയിൻ റോഡിൽ കാർ നിർത്തി. എല്ലാവരും ഇറങ്ങി. മോഹനൻ അവർക്കൊപ്പം വീട് വരെ എത്തി. ശൈല വേഗം തിണ്ണയിൽ കയറി ലൈറ്റിട്ടു. മോഹനൻ ചേട്ടാ, ഒരു 5 മിനിറ്റ് ഇരിക്കെ, ഞാൻ ചായ ഇട്ട് തരാം, ശൈല സ്നേഹപൂർവ്വം പറഞ്ഞു. വേണ്ട, ഞാനുടനെ പോകുക. ചുറ്റുമുള്ളവരൊക്കെ നോക്കുന്നുണ്ടാകുമല്ലേ? എനിക്കതൊന്നും പ്രശ്നമല്ല. അങ്ങനെ ഒരാളായിരുന്നെങ്കിൽ നിന്നെ ജാമ്യത്തിലിറക്കാൻ ഞാൻ വരില്ലായിരുന്നല്ലോ, മോഹനൻ പറഞ്ഞു. എനിക്കറിയാം, വേറെ ആരും വരില്ല എന്നെ അന്വേഷിച്ച്. കെട്ടിയവൻ ഷാപ്പിൽ വെച്ച് വിവരം പറഞ്ഞു കാണും. വരാത്തതിന് കുറ്റപ്പെടുത്തത്തില്ല. നാണക്കേടായിട്ടുണ്ട്. വിഷമം കൊണ്ട് പിന്നെ കുടിച്ച് എവിടെയെങ്കിലും വീണ് കിടപ്പുണ്ടാകും. എന്തു പറയാനാ, എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയിപ്പോയി, ശൈല പരിതപിച്ചു. മോഹനൻ പോക്കറ്റിൽ നിന്നും പേഴ്സെടുത്ത് അതിൽ നിന്നും 1000-ൻ്റെ 5 നോട്ടുകളെടുത്ത് ശൈലയ്ക്ക് നേരെ നീട്ടി. ഇതെന്തിനാ, എവിടുന്നാ? ശൈല മിഴിച്ചുപോയി. ഇവിടെ തരാനായി മാത്തുക്കുട്ടി ചായൻ തന്നുവിട്ടതാ. സോനുവിൻ്റെ ശമ്പളമായി കണക്കാക്കണ്ട, അത് വേറെ കൊടുക്കും. അവളെ എല്ലാവർക്കും ഇഷ്ടമായി, മോഹനൻ പറഞ്ഞു. പണം കൈനീട്ടി വാങ്ങുമ്പോൾ ശൈലയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. വ്യാഴാഴ്ച രാവിലെ 10 മണി കഴിഞ്ഞപ്പോൾ മാത്തുക്കുട്ടി റോണിയുടെ മുറിയിലെത്തി. സോനു അപ്പോഴവിടെ ഉണ്ടായിരുന്നില്ല. അവൾ ഹോസ്പിറ്റലിലെ ഫാർമസിയിലേക്ക് ഏതോ ആവശ്യത്തിന് പോയതായിരുന്നു. മാത്തുക്കുട്ടി കസേര നീക്കിയിട്ട് മകൻ്റെ ബെഡിനരികെയിരുന്നു. റോണി നേരത്തെ പുഞ്ചിരിയോടെ പപ്പയെ നോക്കി. പപ്പയ്ക്ക് നല്ല ക്ഷീണമുണ്ടല്ലോ മുഖത്ത്. മരുന്നൊക്കെ നേരത്തെ കഴിക്കുന്നില്ലേ? അവൻ തിരക്കി. മരുന്ന് കഴിക്കുന്നുണ്ട് മോനെ, എന്നാലും ഇന്നലെ മുതൽ ദേഹമാകെ ഒരു തളർച്ച തോന്നുന്നു. ഇവിടുത്തെ ഡോക്ടറെ ഒന്ന് കണ്ടു നോക്കിയാലോ? ഞാൻ വർഷങ്ങളായി ലിസിയിലെ ചികിത്സയിലല്ലേ. ചെക്കപ്പ് നടത്തേണ്ട തീയതി കഴിഞ്ഞു. മോഹനൻ കാറുമായി തിരികെ വന്നിട്ടുണ്ട്. ഞാൻ നാട്ടിലേക്കൊന്ന് പോയിക്കോട്ടെ? അതിനെന്താ, പോയിക്കോ പപ്പ. എനിക്കിവിടെ ഇപ്പോൾ സോനു ഉണ്ടല്ലോ. എല്ലാ കാര്യവും കൃത്യമായി അവൾ ചെയ്യുന്നുണ്ട്. ഡോക്ടർ സിസ്റ്ററുമായി കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുമുണ്ട്. ഞാൻ പോയാൽ പിന്നെ ഉത്തരവാദപ്പെട്ടവരാരും ഇവിടെ ഇല്ലാതാകും. അതോർക്കുമ്പോഴാണ്. പപ്പ പോയി ചെക്കപ്പ് നടത്തിയിട്ട് വാ. അസുഖം കൂടിയാൽ ആരുണ്ട് ശ്രദ്ധിക്കാൻ, റോണി പറഞ്ഞു. എനിക്ക് ഡോക്ടർ പവിത്രയെ കണ്ട് ഒന്ന് പറഞ്ഞിട്ട് പോകണമെന്നുണ്ടായിരുന്നു. അന്വേഷിച്ചപ്പോൾ സിസ്റ്റർ ഇന്ന് മുഴുവൻ ഓപ്പറേഷൻ്റെ തിരക്കിലാണെന്ന് അറിഞ്ഞു. അത് സാരമില്ല പപ്പ, ഒട്ടും താമസിക്കേണ്ട, പുറപ്പെട്ടോളൂ. ഞാൻ മമ്മിയെ പ്രത്യേകം അന്വേഷിച്ചതായി പറയണം. പറയാം മോനെ. മാത്തുക്കുട്ടി എഴുന്നേറ്റു. മകൻ്റെ നെറുകയിൽ മെല്ലെ തലോടിയിട്ട് മാത്തുക്കുട്ടി റൂമിൽ നിന്നിറങ്ങി. ഉച്ചയ്ക്ക് മുമ്പ് അയാൾ നാട്ടിലേക്ക് പുറപ്പെട്ടു. സോനു ഇവിടുന്ന് കിട്ടുന്ന കോഫിക്ക് എന്തോ ഒരു രുചി വ്യത്യാസം തോന്നുന്നു, റോണി പറഞ്ഞു. എങ്കിൽ റോണി അത് കുടിക്കണ്ട. ഞാൻ കാൻറ്റീനിൽ ചെന്ന് സ്പെഷ്യൽ ബ്രൂ കോഫി ഫ്ലാസ്കിൽ വാങ്ങിച്ചുകൊണ്ട് വരാം. സോനു പോയാൽ ഒത്തിരി താമസിക്കുമോ? അവിടെ ചിലപ്പോൾ നല്ല തിരക്കായിരിക്കും. അല്പം താമസിച്ചാലെന്താ? അവൾ കൗതുകഭാവത്തിൽ അവനെ നോക്കി. എനിക്കിപ്പോൾ ഇവിടെ സോനു മാത്രമേ ഉള്ളൂ. സമയമെടുത്തുള്ള തൻ്റെ കുളി പോലും എനിക്ക് അസ്വസ്ഥതയാണ്. എപ്പോഴും ഇയാൾ എൻ്റെ അടുത്ത് വേണം. ഇങ്ങനെ സോനുവിനെ കണ്ടു വല്ലതുമൊക്കെ പറഞ്ഞു കഴിയുന്നതുകൊണ്ടാണ് ജീവിക്കണമെന്ന് പോലും എനിക്ക് തോന്നുന്നത്. വേണ്ട കേട്ടോ, എന്നെക്കുറിച്ച് അങ്ങനെയൊക്കെ വിചാരിക്കുന്നത് പോലും പിന്നെ പ്രശ്നമാകുമോ? റോണിയുടെ മനസ്സിൽ മറ്റൊരു സുന്ദരി പെണ്ണില്ലേ, റിൻസി. റോണിക്ക് ചേരുന്നത് അവൾ തന്നെയാണ്. ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് എഴുന്നേൽക്കാനും നടക്കാനും കാറും ബൈക്കുമൊക്കെ ഓടിക്കാനുമൊക്കെ ആകുമ്പോൾ അവളെ നമുക്ക് തേടി പിടിക്കാം.
എന്നിട്ട് നിങ്ങളുടെ രണ്ടുപേരുടെയും അടിപൊളി അടിപൊളി കല്യാണം നടത്തണം. അന്ന് ഈ പാവപ്പെട്ട സോനുവിനെ റോണി മറന്നു പോയേക്കും. ക്ഷണിച്ചില്ലെങ്കിലും വിവരം പറഞ്ഞാൽ ഞാൻ വരും. എനിക്കത് കാണണം. സോനു, എന്നെ കളിയാക്കുക അല്ലേ? കളിയാക്കിക്കോ, ദൈവം ചോദിച്ചോളും പകരം, റോണി പരിഭവിച്ചു. പിണങ്ങിയോ റോണി? പിണങ്ങി. അവൻ മുഖം കറുപ്പിച്ചു. ഞാനൊരു സത്യം പറഞ്ഞാലേ, റിൻസിയോട് റോണിക്ക് വലിയ ഇഷ്ടം ഇപ്പോഴുമില്ലേ? ഞാൻ ഈ റൂമിലേക്ക് കയറി വന്നപ്പം റിൻസിയാണെന്ന് തെറ്റിദ്ധരിച്ച് എന്ത് സന്തോഷമായിരുന്നു. ഇനി മരിക്കാനും മടിയില്ല എന്നൊക്കെ പറഞ്ഞത് മറന്നോ? അത് സോനുവിന് റിൻസിയോട് നല്ല സാമ്യം തോന്നിയത് കൊണ്ടാണ്. എങ്കിലും ആ പെണ്ണ് റോണിയെ കാണാൻ ഒരിക്കൽ പോലും വന്നില്ലല്ലോ. അങ്ങനെ ഒരാൾ ഈ റൂമിലേക്ക് എപ്പോഴെങ്കിലും കയറി വരുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. വേണ്ട സോനു, ഇനി അങ്ങനെയൊന്നും പ്രതീക്ഷിക്കരുത്. ജീവിതം ഇനി എത്ര കാലം ഉണ്ടാകുമെന്ന് പോലും എനിക്കറിയില്ല. ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഏറ്റവും ദരിദ്രയും വിരൂപയുമായ ഒരു പെണ്ണിനെ പോലും ആഗ്രഹിക്കാനുള്ള അർഹത എനിക്കിപ്പോഴില്ല. സോനു പറഞ്ഞില്ലേ നിന്നെക്കുറിച്ച് ഒന്നും ചിന്തിക്കരുതെന്ന്. അത് കേട്ട് സോനുവിന് സങ്കടം വന്നു. അവനോട് അതിരറ്റ അലിവ് തോന്നി. റോണി, ഞാനങ്ങനെ പറഞ്ഞത് എൻ്റെ ഒരു ജീവിതവും സാഹചര്യങ്ങളൊക്കെ കണക്കാക്കിയാണ്. ഞാൻ ഈ സമൂഹത്തിലെ പുറമ്പോക്കിൽ കഴിയുന്ന ഒരുത്തിയാണ്. ഒരപകടമല്ല പരസ്പരം കാണാനും മിണ്ടാനുമൊക്കെ നമുക്ക് അവസരമുണ്ടാക്കിയത്. സോനു ഇത്തിരി ചിന്തിക്കുന്ന കൂട്ടത്തിലാണല്ലേ? വെറുതെ ചിലതൊക്കെ ഓർക്കും. മനുഷ്യനൊട്ടും പ്രതീക്ഷിക്കാത്തത് പലതുമാണ് ദൈവം നടപ്പാക്കുന്നത്. റോണി ഇപ്പോൾ സുന്ദരിക്കുട്ടിയായ റിൻസിയെ കല്യാണമൊക്കെ കഴിച്ച് വിരുന്ന് സൽക്കാരങ്ങളിൽ പങ്കെടുത്തും വിനോദയാത്രകൾ നടത്തിയും ആനന്ദിച്ച് ഉല്ലസിച്ച് നടക്കേണ്ട ദിവസങ്ങളായിരുന്നിത്. നിങ്ങളങ്ങനെ വില കൂടിയ കാറിൽ ചീറിപ്പായുന്ന റോഡരികിൽ തൊഴിലുറപ്പ് പണിയുമായി കൂടേണ്ടവളായിരുന്നു ഈ സോനു. സോനു, മതി, നിർത്ത്. തൻ്റെ ഭാവന അതിര് കടക്കുന്നു. റോണി അസഹ്യത പ്രകടിപ്പിച്ചു. ശരിക്കും ബോറായില്ലേ? സോറി കേട്ടോ. അങ്ങനെ പറഞ്ഞത് അവൾ എഴുന്നേറ്റു. മേശപ്പുറത്ത് നിന്ന് ഫ്ലാസ്ക് എടുത്തു. പോകും വഴി വീട്ടിലേക്ക് ചേച്ചിയെ ഒന്ന് വിളിക്കാമെന്ന് കരുതി ഫോണും കയ്യിലെടുത്തു. എങ്കിൽ റോണിമോനെ, പോയി വരാം. സോനു റോണിക്ക് നേരെ കൈവീശി. സോനു, പറഞ്ഞത് ഓർക്കണം, വൈകരുത്, റോബി പിന്നെയും ഓർമ്മിപ്പിച്ചു. ഞാനിപ്പോഴും കൂടെ ഓടിയെത്തും. നല്ല കുട്ടിയായിട്ട് കിടക്ക്. റോണിയുടെ ചുമലിൽ മെല്ലെയൊന്ന് തട്ടിയിട്ട് സോനു കാൻറ്റീനിലേക്ക് പോയി. ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ വടക്കേ അറ്റത്തായിരുന്നു ഭക്ഷണശാല. ലിഫ്റ്റിനടുത്തേക്ക് നടക്കുന്നതിനിടെ സോനു ചേച്ചിയുടെ മൊബൈൽ നമ്പർ ഡയൽ ചെയ്തു. പെട്ടെന്ന് തന്നെ ചേച്ചിയെ ലൈനിൽ കിട്ടി. ഷൈൽ ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഷൈലിൽ നിന്ന് മറുപടിയൊന്നും കിട്ടിയില്ല. ചേച്ചി, ഞാനാ സോനു. കേൾക്കുന്നില്ലേ? കേൾക്കാം. പിന്നെന്തൊന്നും പറയാത്തെ? മോഹനൻ ചേട്ടൻ നിന്നെ വിളിച്ചിരുന്നോ? ഇല്ല. വീട്ടിൽ നടന്ന സംഭവങ്ങൾ ഇതുവരെ സോനു അറിഞ്ഞിട്ടില്ലെന്ന് ഷൈലയ്ക്ക് ഉറപ്പായി. എന്നായാലും അവൾ അറിയും. മറിച്ചു വെച്ചിട്ട് കാര്യമില്ല. തൻ്റെ ജീവിതം എന്താണെന്ന് അവൾക്കറിയാവുന്നതുമാണ്. ചേച്ചിക്ക് ഇതെന്തു പറ്റി? സോനുവിൻ്റെ ശബ്ദത്തിൽ ഭീതി കലർന്നിരുന്നു. സോനു, ഇവിടെ ചില സംഭവങ്ങളൊക്കെ നടന്നു. കഴിഞ്ഞ ദിവസം നമ്മുടെ വീട്ടിൽ നിന്ന് എന്നെയും ഒരാളെയും കൂടി പോലീസ് പിടിച്ചു. അയാളൊരു രാഷ്ട്രീയക്കാരനായിരുന്നു. ശത്രുക്കൾ ഒറ്റിയതാ. ഇവിടെയാകെ മാനക്കേടായി. ചേട്ടൻ എന്നെ കണ്ടമാനം തല്ലിച്ചതച്ചു. വീടിൻ്റെ പറമ്പിൻ്റെ ആധാരവും എടുത്ത് രാത്രിയിൽ തന്നെ ഇറങ്ങിപ്പോയി. പിന്നെ വന്നിട്ടില്ല ഇതുവരെ. ഏതോ ബ്ലേഡുകാർക്ക് ആധാരം പണയം വെച്ചു. പണവും വാങ്ങി സ്ഥലം വിട്ടതാണെന്ന അറിവ്. ബ്ലേഡുകാർ എന്തെങ്കിലും വന്ന് എന്നെയും പിള്ളേരെയും തല്ലിയിറക്കി വീട് പിടിക്കും. അതിനു മുമ്പേ ഞാൻ പോകും. ഈ അവസ്ഥയിൽ എങ്ങോട്ട് പോകാനാ ചേച്ചി? തൽക്കാലം കൊല്ലത്തെ ചേച്ചിയുടെ വീട്ടിലോട്ട് പോകും. കയ്യിലൊന്നും കൂടാതെ കയറി ചെന്നാൽ എന്താകുമെന്ന് എനിക്കറിയില്ല. എന്നെ പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പിൽ നിന്ന് ഇറക്കിയത് മോഹനൻ ചേട്ടനാ. ആ മാത്തുക്കുട്ടിച്ചായൻ തന്നുവിട്ടാണെന്ന് പറഞ്ഞ് 5000 രൂപയും മോഹനൻ ചേട്ടൻ എൻ്റെ കയ്യിൽ തന്നു. അതും താലിമാലയും മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. നീ ചെന്നെത്തിയിരിക്കുന്നത് നല്ല ആളുകൾക്കൊപ്പമാ. ഒരു ദോഷവും നിനക്ക് വരികയില്ല. പഴിച്ചവളായ ഈ ചേച്ചിയോട് നീ ക്ഷമിക്കേ. ഷൈല ഫോൺ കട്ടാക്കി. സോനു മരവിച്ചു നിന്നു. ഈ ഭൂപ്രപഞ്ചത്തിൽ താൻ തീർത്തും ഒറ്റപ്പെട്ടിരിക്കുന്നു. പാപത്തിൻ്റെ ശിക്ഷ തൻ്റെ കുടുംബത്തെ പിഴുതെറിയുകയാണ്. കയറി ചെല്ലാൻ ഇനി തനിക്കൊരു വീടില്ല. ദൈവമേ, മാനക്കോട് ഓർത്താകും ചേട്ടൻ നാടുവിട്ടത്. ഭാര്യ പിഴച്ചവളായതിൽ ചേട്ടനുമില്ലേ പങ്ക്? ജീവിതം ആ മനുഷ്യന് കൂട്ടുകെട്ടും മദ്യപാനവും ചീട്ടുകളിയുമായിരുന്നു. കുടുംബം നോക്കിയിട്ടില്ല. ഭാര്യയെ സ്നേഹിക്കുകയോ പരിഗണിക്കുകയോ ചെയ്തിട്ടില്ല. എന്തൊക്കെയോ തീരുമാനിച്ചുറച്ചതുപോലെയാണ് ചേച്ചി. പാവം അനുവും വിനുവും. എന്താകും ആ പെൺകുഞ്ഞുങ്ങളുടെ ഭാവി? ആരെയും രക്ഷിക്കാനും സഹായിക്കാനും തനിക്കാവില്ലല്ലോ. പെട്ടെന്ന് ചെല്ലാമെന്ന് പറഞ്ഞു പോന്നതാണ് താൻ. അവൾ ലിഫ്റ്റിൽ ഗ്രൗണ്ട് ഫ്ലോറിലെത്തി. പിന്നെ കാൻറ്റീനിൽ ചെന്ന് ഫ്ലാസ്കിൽ ബ്രൂ കോഫി വാങ്ങിച്ചു. ഒട്ടും വൈകാതെ റോണിയുടെ മുറിയിൽ മടങ്ങിയെത്തുകയും ചെയ്തു. റോണി, ഞാൻ വൈകിയോ? മുഖത്ത് കൃത്രിമമായ സന്തോഷം വരുത്തിക്കൊണ്ട് സോനു ചോദിച്ചു. ഇല്ല, പെട്ടെന്ന് വന്നു. റോണി പുഞ്ചിരിച്ചു. അവൾ അപ്പോൾ തന്നെ കോഫി ഗ്ലാസ്സിൽ പകർന്ന് സ്പൂൺ കൊണ്ട് അവന് കോരി കൊടുത്തു. മുഴുവൻ കുടിച്ചു കഴിഞ്ഞ് ടവൽ കൊണ്ട് ചുണ്ടു തുറച്ചു. ഉടനെ തന്നെ ഗ്ലാസ് കഴുകി യഥാസ്ഥാനത്ത് വെച്ചു. സോനു, കാപ്പി വാങ്ങാൻ പോയപ്പോൾ ഞാനൊരു കാര്യം ഓർക്കുകയായിരുന്നു, റോണി പറഞ്ഞു. എന്താ ഓർത്തത്? അവൾ ചോദിച്ചു. ഈ മുറിയിലിങ്ങനെ മുഴുവൻ നേരവും തളർന്നു കിടക്കുന്ന ഒരു മനുഷ്യനെ ശുശ്രൂഷിച്ചിരിക്കുന്ന സോനുവിനെ എന്തുമാത്രം ബോറടിക്കുന്നുണ്ടാകുമെന്ന്.
ഞാൻ അങ്ങനെ എന്തെങ്കിലും ഭാവിച്ചോ? സോനു റോണിയെ സൂക്ഷിച്ചു നോക്കി. അപ്പോഴാണ് അവളുടെ മുഖത്തെ ദുഃഖത്തിൻ്റെ സ്ഥായീ ഭാവം അവൻ ശരിക്കും കണ്ടത്. സോനു, ഇതെന്തു പറ്റി? പോയതുപോലെയല്ലല്ലോ തിരികെ വന്നിരിക്കുന്നത്, അവൻ ഉദ്വേഗത്തോട് ചോദിച്ചു. മുഖത്ത് ഒരു മങ്ങലുണ്ടല്ലോ. അവൾ ദീനമായി പുഞ്ചിരിച്ചു. അതെ, കുറച്ചു നേരമായി ഒരു തലവേദന. നല്ല തണുക്കെ കുളിച്ചാൽ ശരിയായിക്കോളും. അങ്ങനെ പറഞ്ഞു സോനു വിഷയം മാറ്റി. റോണിയുടെ അരികെ സോനു തനിച്ചായിട്ട് ഇപ്പോൾ ഒരാഴ്ചയാകുകയാണ്. മാത്തൂട്ടി നാട്ടിലേക്ക് പോയി കഴിഞ്ഞുള്ള ദിവസങ്ങളിലെല്ലാം ഫോണിൽ അവളെ വിളിച്ച് വിവരങ്ങൾ തിരക്കുന്നുണ്ടായിരുന്നു. 2 ദിവസമായിട്ട് പക്ഷേ അന്വേഷണമില്ല. പ്രത്യേക വിശേഷമൊന്നുമില്ലാത്തതിൽ സോനു അച്ചായനെ വിളിച്ചതുമില്ല. ബുധനാഴ്ച പതിവ് പരിശോധനയ്ക്കെത്തിയ ഡോക്ടർ സിസ്റ്റർ പവിത്ര റൂമിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ സോനുവിനെ അടുത്തേക്ക് വിളിച്ചു. അവൾ ബബിതയുടെ അടുത്ത് ചെന്നു. സോനു, ഈ റോണിയുടെ പപ്പയെക്കുറിച്ച് വിവരം എന്തെങ്കിലും ഉണ്ടോ? ഞാൻ 2 ദിവസമായി ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല. എനിക്ക് ഓപ്പറേഷനെക്കുറിച്ച് സംസാരിക്കാനായിരുന്നു, സിസ്റ്റർ പറഞ്ഞു. 2 ദിവസം മുമ്പ് വരെ വിളിച്ച് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. എറണാകുളത്ത് ഒരു ചെക്കപ്പ് ഉണ്ടെന്ന് പറഞ്ഞു പോയതാ. വൈകാതെ മടങ്ങി വരുമെന്നും പറഞ്ഞിരുന്നു. അസുഖമുള്ളയാളാ. ഹോസ്പിറ്റലിലോ മറ്റോ ആകാനാണ് സാധ്യത. വേണ്ടപ്പെട്ടവർക്ക് താല്പര്യമില്ലാത്ത ഒരാളെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്ന ഞാനിപ്പോൾ ശരിക്കും പൊള്ളുകയാണ്. വളരെ റിസ്ക് എടുത്താണ് അമേരിക്കയിൽ നിന്നുള്ള എൻ്റെ പ്രൊഫസറെ ഞാനിവിടെ കൊണ്ടുവരുന്നത്. ഓപ്പറേഷൻ ലക്ഷങ്ങളുടെ ചെലവ് വരുന്നതുമാണ്. ഒരു ബൈസ്റ്റാൻഡറായ നിന്നോടിത് പറയുന്നത് തന്നെ ശരിയല്ലെന്ന് എനിക്കറിയാം, സിസ്റ്റർ പറഞ്ഞു. എന്തായാലും നമുക്ക് റോണിയെ രക്ഷിക്കണം ഡോക്ടർ. എല്ലാ കാര്യത്തിനും പരിഹാരം ഉടനെ ഉണ്ടാക്കാം. മകനു വേണ്ടി ഓടാൻ അച്ചായ മാത്രമേ ഉള്ളൂ. പിന്നെ പെങ്ങളുടെ മകൻ ഒരു അജേഷുണ്ട്. ഭാര്യ മരിച്ചുപോയ ചെറുപ്പക്കാരനാ. ആരെയെങ്കിലും ഞാൻ ഉടനെ വിളിച്ചു വരുത്താം ഡോക്ടർ. സിസ്റ്റർ ഡോക്ടർ പവിത്ര സോനുവിനെ ഒരു നിമിഷം ഉറ്റുനോക്കി. പിന്നെ അവളുടെ കൈകളിൽ പിടിച്ചു. സോനു, നിന്നോട് എനിക്ക് ഒത്തിരി സ്നേഹം തോന്നുന്നു. അത്രയും പറഞ്ഞ് സിസ്റ്റർ പവിത്ര നേഴ്സിനോടൊപ്പം നടന്നു നീങ്ങി. കഥ തുടരും.